من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات، بلينا بنفس للخطايا مثيرات، ونمنع عصاة في مهاد وسيرة، غفلنا جهولا عن أمور آثرة، كشفنا سطورا عن ذنوب كثيرة، ولولاه عجلنا من الله بالهلك. صلاة وتسليم وأزكى تحياتي على المصطفى المختار ذي خير البريات. ബുലീന, നമ്മൾ ബലായിലാക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിനഫ്സിൻ മുസീറത്തിൽ ലിൽ ഖതായ. നേരിട്ടിട്ടാല് ബിനഫ്സിൻ മുസീറത്തിൽ ലിൽ ഖതായ, ഒരുപാട് ഖതീആത്തുകളെ അഥവാ ദോഷങ്ങളെ ഇളക്കി വിടുന്ന നഫ്സ് കൊണ്ട്. അസാറോ യുസീറൊന്ന് ഇളക്കി വിട്ട്. വനിന്ന, നമ്മൾ ഉറങ്ങി, ഉസാത്തൻ, ദോഷികളായിക്കൊണ്ട് ഉറങ്ങുകയാണ്. ആശിന്റെ ജമ്മാണിത് ഉസാത്ത്. ഫീ മിഹാദിൻ ബസീറത്തിൻ, നല്ല മാർദ്ദവമേറിയ കിടക്കകളിലും കിടപ്പ് സ്ഥലങ്ങളിലായിട്ട് നല്ല ദോഷം ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ് ഞാൻ. ഗഫൽന, നമ്മൾ ഗഫലത്തിലായി, ജുഹൂലൻ, ജുഹൂലൻ തന്നെ റാക്കിയാക്കും റുക്കൂഅ് ജമ്മാക്കും എന്നതുപോലെ ജാഹിലി ജുഹൂല്. അപ്പം നമ്മൾ ജാഹിലീങ്ങളായിട്ട് ഗഫലത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. അൻ ഉമൂരിൻ നസീറത്തിൻ, ഗൗരവമേറിയ കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഫമൗതുൻ സുമ്മ ഹശറുൻ സുമ്മ നശറുൻ, അതായത് മരിക്കാനുണ്ട്, ഖബറിൽ കിടക്കാനുണ്ട്, രണ്ടാമത് എണീപ്പിക്കാനുണ്ട്, ഖബറിലെ ചോദ്യങ്ങളുണ്ട്, ഹിസാബുണ്ട്, തൂക്കലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താവുള്ളൂ? പാലം കടന്ന് രക്ഷപ്പെടുള്ളൂ. അപ്പം ഗൗരവമേറിയ അതാ അലീമത്തിൻ മിനൽ മൗത്തി വൽ ഖബരി വഅഹ്വാലി. കശഫ്ന സുതൂറൻ, മറകളെ നാം തുറന്നു എന്ന് പറഞ്ഞാലോ, പേടിച്ചിട്ട് എന്താക്കുന്നറിയോ, ദോഷങ്ങൾ ഖഫിയായി ചെയ്യും. ജാഹിലിന്റെ ജഹല് മസ്ത്, ജുഹാല് ജുഹൂല് റാക്കിഅ് റുക്അ് റുകൂഉൻ അങ്ങനെ ജമാക്കലുണ്ടല്ലോ. ജുഹൂലൻ ജഹല് എന്നുള്ളത് മസ്തറല്ല, മസ്തർ ജമാക്കാറില്ലല്ലോ. ഇനി ഒന്ന് നമ്മൾ എന്നല്ലേ പറയുന്നത്, നമ്മൾ ജാഹിലീങ്ങളായിട്ട് എന്തായി? സുതൂറൻ, മറകളെ തുറന്ന് എന്ന് പറഞ്ഞാൽ പരസ്യമായി തന്നെ ചെയ്തു. അപ്പൊ എന്തായി? ജനങ്ങളോടുള്ള പേടിയുമില്ല, അള്ളാഹിനോടുള്ള പേടിയില്ലാണ്ടായി. എങ്ങനത്തെ? അൻദുനൂബിൻ കസീറത്തിൻ, ധാരാളം ദോഷങ്ങളെ തൊട്ടിട്ട്. വലൗലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഊജിൽന, നമുക്ക് റഖമായിട്ട് കിട്ടുക. ആജല യുആജിലു, അജിൽ വേഗത്തിലാവെന്ന് പറയുന്നില്ല. അപ്പം ഊജിൽന മിനല്ലാഹി, അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന്, ബിൽ ഹുൽക്കി, ഹലാക്ക് കൊണ്ടെന്താക്കും, ഉടനടിയായിട്ട് കിട്ടും. തങ്ങളെ കാത്തിട്ട് എന്താക്കുന്ന
വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്ന് പറഞ്ഞത്. അത് മനസ്സിലായില്ല? അങ്ങനെ പാടും. كرهنا زمانا ليس فيه نزوره فسيروا بنا نسعى إلى القمر المكي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. فمن زاره صلى الله عليه وسلم തങ്ങളെ ഒരാൾ സിയാറത്ത് ചെയ്താൽ അതിൻ്റെ ജവാബ് വരണ്ടേ? നിഅമൽ മസൂറു മസൂറുഹു, അയാൾ സിയാറത്ത് ചെയ്യപ്പെട്ട വ്യക്തിക്കാണ് മസൂർ. ആ മസൂർ വളരെ നല്ല മസൂറാണ്. അതിനേക്കാണ് സിയാറത്ത് ചെയ്യപ്പെടുന്ന ഒരു ഹദ്റത്ത് വേറെ ഇല്ലല്ലോ. മാത്രമല്ല അയാൾ കസീറു സവാബിൻ, സവാബ് വർദ്ധിച്ച ആളുമാണ്. ആ സിയാറത്തിൻ്റെ ആള്. നാലഹു, അത് അദ്ദേഹത്തിന് കിട്ടി. അയാൾക്ക് കിട്ടുന്ന സവാബുണ്ടല്ലോ, ആ സവാബ് വളരെ കസീറാണ്. അപ്പോൾ നാലഹു എന്നുള്ളത് സവാബിൻ്റെ സിഫത്താക്ക ജുംല. അയാൾക്ക് കരസ്ഥമാക്കുന്ന സവാബ് ഏറ്റവും കൂടുതലാണ്. ലാ നസൂറുഹു, നമ്മളെന്താ സിയാറത്ത് ചെയ്യുന്നില്ലല്ലോ. നഖൂലു മക്കാലൻ, നമ്മൾ ഒരു മക്കാല് പറയുന്നു, ഒരു പറയപ്പെടുന്ന കാര്യം. എങ്ങനത്തെ മക്കാലാണ്? ബായന അൻഹു സൂറുഹു, അതിൻ്റെ കളവ് ദൂരപ്പെട്ടു പോയിട്ടുണ്ട്. എന്നുവെച്ചാലോ സത്യമായ കാര്യമുള്ളൂ. മക്കാലിൻ്റെ സിഫത്താണ് ഇത്. ബായന അൻഹു സൂറുഹു, ആ മക്കാലിനെ തൊട്ട് സൂറെന്തായി അകന്ന്, അതായത് അതിൽ പൊയ്യില്ല, കളവില്ല. ആ മക്കാല് എന്താണെന്നവരുണ്ട്. കരിഹിന സമാനൻ, ഒരു കാലം നാം വെറുക്കുകയാണ്, ഒരു കാലത്തിനോട് ഇഷ്ടമില്ല. എങ്ങനത്തെ കാലം? ലൈസ ഫീഹി നസൂറുഹു, ആ കാലത്ത് നമ്മൾ അവർ തങ്ങളെ സിയാറത്ത് ചെയ്യാത്തൊരു കാലം വന്നാൽ അത് തൃപ്തികരമായ കാര്യം അല്ല. അതുകൊണ്ട് ഫസീറൂ ബിന, നമ്മളെയും കൂട്ടി നിങ്ങളെ സഞ്ചരിക്കണം. നസ്അ, വേഗം പോണം അടുത്തേക്ക്. ഇലൽ ഖമരിൽ മക്കി, മക്കിയായ ഖമറിലേക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി? ആദ്യം ഖമറിനോട് തശ്ബീഹാക്കി, കൽ ഖമരി എന്ന് പറഞ്ഞു. പിന്നെ കാപ്പെടുത്ത് പറഞ്ഞത് എന്ന് പറയും, തങ്ങൾ ഖമറാകുന്നു, അന്ത ശംസുൻ, മുബ്തദീ ഖമറും പറഞ്ഞു. പിന്നെന്താക്കും? അതിനെയും പിടിക്കളഞ്ഞു, എന്നിട്ട് ഒറ്റൊന്നും ആക്കിയാക്കി. അപ്പോൾ ഖമർ ഇസ്തിആറത്ത്, 3 സ്റ്റേജ്: തശ്ബീഹ്, തശ്ബീഹും ബലീഗ്, ഇസ്തിആറ. നബിയുൻ ബദാ ബഹ്റൻ നദാ വഖീദമ്മാഹു വമജ്മഅ ഇഹ്സാനി വദാ വമാ ളമ്മാഹു വമാ ളമ്മാ ശഖ്സുൽ ലിൽ ഫളാഇലി ضمه كلا الله خبرا قد حواه وضمه لقد ضمى مولى العرب والعجم والترك صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. നബിയുൻ, അവിടെ മുബത്തദാനെ സങ്കല്പിക്കുക. ഹുവ നബിയുൻ, തങ്ങൾ ഒരു അളീമായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ നബി ബദാ, തങ്ങൾ വെളിപ്പെട്ടു.
ബഹ്റന്നദ ഔദാര്യത്തിന്റെ സമുദ്രമായിക്കൊണ്ട് വെളിപ്പെട്ടു. ഔദാര്യത്തിന്റെ ബഹർ ഹിളമ്പ് എന്ന് പറഞ്ഞാൽ ആഴവും പരപ്പും പറയും വലിയ കടലാണ്, മഹാസമുദ്രം എന്ന് പറയുന്നില്ല, അതിനാണ് എന്ത് പറയല് ഹിളമ്പ്. ദലായിലുണ്ടല്ല. അപ്പൊ കസീറുൽ അത്തായ. അപ്പം ഇവിടെ എന്താക്കി, സമുദ്രത്തിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടും. നമ്മൾ കൊടുക്കുന്ന ഒന്നും അത് വാങ്ങില്ല. എന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളിയും, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു തരമാലയിലൊക്കെ തള്ളൂ എന്നതുപോലെ നമ്മൾക്ക് നമ്മ വാക്കെന്ന് തങ്ങളൊന്നും പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. കുല്ലാസ്അലുക്കും അലൈഹി അജ്റ. അപ്പം സമുദ്രത്തിനോട് തശ്ബീഹാക്കി. എന്നിട്ട് ബഹർ എന്ന് പറഞ്ഞു. ആ തശ്ബീഹ് കുറച്ചും കൂടെ കടുപ്പം കൂട്ടാൻ വേണ്ടി എന്താക്കി, കുറച്ച് വലിയ സാധനത്തിനോട് തശ്ബീഹാക്കിയത്. ബഹറിനേക്കാൾ വലുത് മഹാസമുദ്രം അല്ലേ. മാത്രമല്ല വഗദാ മജ്മഅ ഇഹ്സാനിൻ. ബാബു നോക്ക്, ബദാന്റെ ബാക്കി ആദ്യം നബിയും ബദ എന്നതിന്റെ ബാക്കിയാണ് ഗദ. വഗദ എന്ന് പറഞ്ഞാൽ തങ്ങളായി തീർന്നു മജ്മഅ ഇഹ്സാൻ. ഇഹ്സാനിന്റെ എല്ലാം കൂടിച്ചേർന്ന മജ്മഅായി. വമളമ്മഹു, അത് മുഴുവനും സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ലമ്മ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത്. അപ്പൊ ചോറ്റിനൊക്കെ ലമ്മ എന്താന്ന് ചോദിക്കുന്നില്ലേ, കൂട്ടാൻ എന്താന്ന്. അപ്പം മളമ്മ് മളുമം എന്നുണ്ടാവും അസില്. മളുമം അവിടെ എന്തൊക്കെ ചെയ്തത്, മദ്മമിന്റെ നാദിന്റെ സുക്കൂൻ എടുത്തിട്ട് ആയിക്ക് കൊടുത്ത് മീമിന് കൊടുത്തു, മീമിന്റെ ഫത്തഹ എടുത്തിട്ട് ഇപ്പുറം കൊടുത്തു. അപ്പൊ എങ്ങനെയായി മലമ്മ്. അപ്പൊ സാക്കിനായ മീമം വന്നു, മുത്തഹദ്ദിക്ക മീമം വന്നപ്പോൾ മുത്തമാസിലേനി വന്നപ്പോ എന്താക്കി ഇദ്ഗാം ചെയ്തു. അപ്പൊ മലമ്മ് ഒരുമിച്ച് കൂട്ടിയ സ്ഥലം. അപ്പൊ മജ്മഅന്റെ ബാക്കി വഗദ മജ്മഅ ഇഹ്സാനിൻ വമളമ്മഹു. മജ്മഅ ഒന്ന് തന്നെ, മജ്മഅ ഒരുമിച്ച് കൂട്ടിയത്. മളമ്മ കൂടി ചേർന്നതിനാണ് മളമ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരുമിച്ച് കൂടിയാലും പറയാതെന്ന് മജ്മഅ. ദമ്പ് വേണ്ടേ. ഇനി വമാലമ്മ ശഖ്സുൻ, ഒരു ശഖ്സും ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. ഫലായിലുകളെ ദമ്മഹു, തങ്ങളുടെ ഒരുമിച്ച് കൂട്ടിയ കൂട്ടല്. അപ്പൊ ഇതെന്താക്കി, വമാ ദമ്മാന്റെ മഫ്ഊല് മുത്തലക്ക് അക്കൊടുത്ത് തന്നെ നെഹവ് അങ്ങോട്ട് പോട്ട്. മഫ്ഊൽ മുത്തലക്ക് എന്ന് പറഞ്ഞാലോ ഹറബത്തു, ഞാൻ ഓടി, ഹറബൻ ഒരു ഓട്ടം ഓടി എന്ന് പറയും. ലറബത്തു ലറബൻ ഒരു അടിയടിച്ച് എന്ന മാതിരി. വമാ ദമ്മ ദമ്മഹു, തങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ആ ദമ്മ്. ഇത് നമ്മളെ ഫതഹ് കസ്ർ ദമ്മ് എന്നല്ല, അത് ദമ്മെന്നുണ്ടാ പറയുന്നത്. വായി ഇങ്ങനെ ചൂട്ടുന്നോണ്ടാണ് ദമ്മ് എന്ന് പേര് വന്നത്. അത് ആ ഹരക്കത്ത് തീരുന്നവരെ എന്താ കണങ്ങൻ തന്നെ പിടിക്കണ്ട, അടക്കുന്ന പിടിക്കും. അങ്ങനെ തോന്നുമ്പോ നോക്കില്ലോ ഫലായിലുകളെ തങ്ങൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ എന്താക്കിയിട്ടില്ല, ആരും ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. കലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. അതാണ് കിലാത്ത്. രാവിലും പകലിലും അപകടങ്ങളെ തൊട്ട് നിങ്ങളെ കാക്കുന്ന ആൾ ആര്? മിനല്ലാഹ്, അല്ലാത്ത. കലല്ലാഹു ഖബറൻ, ഒരു ഖബറിനെ അല്ലാഹു തആല കാക്കട്ടെ. എങ്ങനത്തെ ഖബറ്? ഖദ് ഹവാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഒരുമിച്ച് ശേഖരിച്ചിട്ടുണ്ട്. വലമ്മഹു, അപ്പൊ ഹവാന്റെ ഈ ദമ്മ എന്താണ്? മദിയഫീല. മനസ്സിലായില്ല. ഹവാന്റെ ബാക്കി ലമ്മഹു, അത് മദിയഫീലാണ്. തങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഖബറിനെ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഖബർ ശരീഫിനെ അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. എന്താണ്? ലഖദ് ലമ്മ മൗലൽ ഉറബി വൽ ഉജമി വത്തുർക്കി. അറബിന്റെ മൗല ആകെന്തണ്ട, അറബി അജ്മ് ആകെ എല്ലാം പെട്ട് അല്ലേ. അപ്പൊ ബൈത്തിന്റെ കൊണ്ട് എന്താക്കി, ഉജമിനെ ഒന്നും കൂടി ചില്ലറിയാക്കി. തുർക്കെന്തല്ല, അറബല്ലല്ലോ തന്നെയാ. അപ്പൊ തുർക്കിനെയും ഉറുബിനെയും അജ്മിനെയും. അപ്പൊ അജ്മ് എന്നുള്ളത് ആമായി, തുർക്ക് എന്നുള്ളത് ഖാസ്. അത് ബൈത്തിന് വേണ്ടിയിട്ട് ചില്ലറയാക്കുമല്ല.
അപ്പം അറബികളുടെയും അജമികളുടെയും തുർക്കികളുടെയും എല്ലാവരുടെയും മൗലയായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഖബറ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് അല്ലാഹു തആല കാക്കട്ടെ കാക്കുന്നുണ്ട്. 70,000 മലായിക്കത്ത് പകലിറങ്ങും, 70,000 മലായിക്കത്ത് വൈകുന്നേരം ഇറങ്ങും. അവിടെ നിന്നിട്ട് സലാത്ത്, തങ്ങളകത്ത് സലാത്തല്ലാത്ത വേറെ അവനില്ലല്ലോ. ഇനി عن الإخوان في كل منهضي وربع شبابي في الخطيئة منقضي أقول لنفسي إلى الذنب تنهضي كفاك من العصيان يا نفس فانهضي إليه وخلي كل شاغلة عنك صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. ഖഅത്തു അനിൽ ഇഖ്വാൻ, ഇഖ്വാനികളെ തൊട്ട് ഞാൻ ഇരുന്നു നിമിഷം മടിയനായി. പ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ എന്താ കായിമൂന്ന് പറയും. പ്രവർത്തിക്കാതെ മൂലക്ക് ഇന്നാലെ കായിന് ഫളല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന. കാദന ഇരുന്നു അർത്ഥത്തിനല്ലത്. പ്രവർത്തനത്തിനെ തൊട്ട് പിൻവലിച്ചാക്കെന്ത് പറയും? കാറ്റു. എവിടെ ഫീ കുല്ലി മൻഹലിൻ, ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഇഖ്വാനികളെ തൊട്ട് ഞാൻ എന്താക്കി ഇരുന്ന് കളഞ്ഞു. ഞാൻ പണിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു പണിയെടുക്കുന്നുണ്ട്. മൻഹൽ നഹ്ല എന്ന് പറഞ്ഞാൽ ഉണർന്ന് പ്രവർത്തനം. ഷബാബി, എൻ്റെ ഷബാബാകുന്ന വസന്തകാലം മുൻഖദി ഫിൽ ഖതിയാത്ത്, ഖതിയാത്തുകളിൽ അതങ്ങനെ അലഞ്ഞു തീരുകയാണ്. യൗവനം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അഖൂലു ലി നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്നു എപ്പോൾ ഇൻ തൻഹലി ഇല ദംബി, ഇന്ന് കിടന്നിടത്തേക്ക് ഫെയിലാണ്. ഇൻ തൻഹലി ഇല ദംബി, ദോഷങ്ങളിലേക്ക് അത് മുന്നേറുകയാണെങ്കിൽ എൻ്റെ നഫ്സിനോട് പറയും കഫാക്കി, ഒന്ന് മതിയാക്ക്, മതിയാക്ക്. മിനൽ നസിയാൻ, നസിയാനെ ആയിരത്തോളം മതി. യാ നഫ്സു, എൻ്റെ നഫ്സേ, ഫൻഹലി, നീ ഉണരുക, ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, വഖല്ലി അൻകി കുല്ല ശാഗിലത്തിൻ, എല്ലാ മുടക്കങ്ങളൊന്ന് ഖാലിയാക്കുക. ശരിയല്ലേ? അവിടെ നമ്മൾ കഴിഞ്ഞ് മുടിയുന്നുണ്ട്. مدحت الذي أرجوه عند اتجاهه وجيها لدى مولاه صوبة جاهه يواجهه في من عصى بوجاهه كسبت ذنوبا ما لها غير جاهه فذاك الذي يرجو المصر على الإفك صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. مدحت الذي സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലദി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ അല്ലദിക്ക് ഒരുത്തൻ എന്ന് പറയുന്നുണ്ട്, ഇവിടെ എട്ടെന്ന് പറഞ്ഞിവിടെ ഒരു നബിയുടെ. അപ്പം അല്ലദി എവിടെയാണോ വാക്കിയത് അതിനനുസരിച്ച് അർത്ഥം വെക്കണം. ഒരു നബിയെ ഞാൻ മദ്ഹ് ചെയ്തു. എങ്ങനത്തെ നബിയാണ്? അർജൂഹു, ഞാൻ തങ്ങളെ ആഗ്രഹിക്കുക. എപ്പോൾ? ഇൻദത്ത് ജാഹിഹി വജീഹൻ, ഇൻദത്ത് ജാഹിഹി വജീഹൻ. ഇത്തജഹ തന്നെ മുന്നിടൽ. ഈ വിത്തജഹ നസ്ലുണ്ടാകും. ജവാബിനെ മറിച്ചിട്ട് എന്താക്കി താക്കിയിട്ട് ഇത്തജഹ എന്നുണ്ടാവും. ഇതാലോ ഇത്തജഹ, അതിനെ മസ്തറാക്കിയാൽ ഇത്തിജാഹിഹി. ആ തങ്ങളുടെ ഇത്തിജാഹ് എന്ന് പറഞ്ഞാൽ ആ ജാഹ് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് മുന്നേറല്. വജീഹൻ,
വജീഹ് എന്ന് പറഞ്ഞാൽ ഉന്നതരായ പദവി. വജീഹം ഫി ദുനിയ കാണുന്നുണ്ട്. എവിടെ വജീഹ്? ലദാ മൗലാഹു, മൗലാന്റെ അടുക്കൽ വജീഹായിക്കൊണ്ടിട്ട് ഇത്തിജാഹിന്റെ നേരത്ത് ഏത് നബിയാണോ ആ നബിയെ ഞാൻ ആഗ്രഹിക്കുന്നു. സൗബ തുജാഹിഹി, തങ്ങളുടെ തുജാഹ് എന്ന് വെച്ചാൽ തങ്ങളുടെ ലക്ഷ്യം വെച്ചൊരു കാര്യം എൻ്റെ അടുത്തേക്ക്. യുവാജിഹുഹു, അതാ സൗബ തുജാഹിഹി യുവാജിഹുഹു, ആരില്? ബിജാഹിഹി, തങ്ങളുടെ മുന്നിടൽ കൊണ്ടെന്താക്കും? ഫീമൻ അസാ, ദോഷം ചെയ്ത ഒരാളെ വിഷയത്തിൽ എന്താക്കും? തങ്ങൾ മുവാജഹത്ത് ചെയ്യും അള്ളാഹുവിനോട്. അങ്ങനത്തെ നബിയെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കബീറ പറഞ്ഞ പോലെ അതൻസനി ഇല്ലാക ഫീ തിൽക്കൽ ഖതർ എന്നില്ലേ ഇതില് നഫാസുദ്ദുററി, ലാ തൻസനി ഇല്ലാക ഫീ തിൽക്കൽ ലറർ ഖദ് ജിഅതു ബാബക റാജിയൻ ഇലൽ ലഫർ, ഖദ് ജിഅതു ബാബക റാജിയൻ ഇലൽ ലഫർ. പിന്നെന്താണ്? അപ്പൊ കബീർ പറഞ്ഞ കൊലത്തിലാണ് കസബത്തു ദുനൂബൻ, ഞാൻ കുറെ ദോഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. മാലഹ, ആ ദോഷങ്ങൾക്കില്ല ഒരു പരിഹാരം. ഗൈറു ജാഹിഹി, തങ്ങളുടെ ജാഹല്ലാത്ത ഒരു പരിഹാര മാർഗമില്ല. ഫദാക, ആ ജാഹാണ് അല്ലദീ, ഒന്ന് യർജുൽ മുസിറു അലൽ ഇഫ്കി, കുറ്റകരമായ കാര്യങ്ങളുടെ മേലിൽ മുസിറായ, മുസിറിന് അതിൻ്റെ നിലനിൽക്കുന്ന ആൾ ആഗ്രഹിക്കേണ്ടത് അതല്ലാത്ത വേറൊന്നുമില്ല. ബിനവാലിക്കും യാ മുസ്തഫ ലാ യൻകസിർ ഖൽബി ബിഔദി ഖായിബൻ മഅമൻ ഖസിർ. ഫൈസുദ്ദീൻ ഓതണ്ട കിതാബാണത്. എന്തെല്ലാം ഹക്കായിക്കുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയുള്ള കിതാബ് ചെറുതാവൂലല്ല. ونفسي والشيطان قلبي يا حيارى وخلق كذا الدنيا لدربي يا غيارى فبين أحد أربع صرت حائرا كتمت ذنوبا والإله لها يرى فإن هو لم يشفع فلي موقف مبكي صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. മനുഷ്യനിക്കുള്ള ഹിസ്സിയും മാനവികമായ ശത്രുക്കളെയാ പറയും. ആ ശത്രുക്കളെ വലയത്തിലാകുന്ന കാലത്തോളം മനുഷ്യനാകാൻ വിടൂല. മനുഷ്യൻ ആരെയാണ് അള്ളാഹു ആക്കിയത്? ആരാക്കിയത്? ഖലീഫ എന്നിട്ടാക്കിയത്. അതാകാൻ വിടേ ചെയ്യൂല. ഏതല്ലോ ഇന്നീ ബുലീതു ബി അർബഇൻ യർമീനനി ഇബ്ലീസു വദ്ദുന്യ വനഫ്സി വൽ വറാദ്. ഒരു ഭാഗത്ത് ഇബ്ലീസ് ഉണ്ട്, പിന്നെ ഒരു ഭാഗത്ത് നഫ്സ് ഉണ്ട്. ഇവരെല്ലാണ്ടും കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരുണ്ട്. പിന്നെ സംസാരിച്ചിട്ടും ഫുളൂല പറഞ്ഞിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ടും സമയം കൊല്ലും. ഒന്നിനും വിടൂല. ഇനി ആളെ കാണുമ്പോൾ ഇവൻ്റെ ബോധ്യം മാറും. കാരണം ഇവൻ രഹസ്യമായി ആരുമില്ലാത്ത രംഗത്ത് അള്ളാഹ് ഇബാദത്ത് നടത്തുവാനാണെങ്കിൽ ഇപ്പോൾ ജനങ്ങളെ കാണലിലേക്ക് എന്താക്കും? ഇപ്പോൾ ആരുണ്ട്? ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസ് എന്താക്കും? നഫ്സിന് ഊതി കൊടുക്കും. നാലാൾ കണ്ടിട്ട് നിന്റെ ജാഹ് വർദ്ധിക്കട്ടെ. അപ്പം എന്തായി? ദിജാ കാഴ്ച മതി. ഇനി ചിലതെന്താക്കും? ദുന്യാവ് വെച്ചു കൊടുത്തിട്ടാണ് വല്ലാമിന് ബാവുറാനെ പിൻപറ്റിച്ചത്. എങ്ങനെയാ? ദുന്യാവ് വെച്ചിട്ട്. ഈ നാലെണ്ണം, അത് അബനഫ്സിയ വശൈത്വാനു, രണ്ടെണ്ണം ഹായറാ കൽബി, എൻ്റെ കൽബിനാകെ വേജാറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹായറാൻ്റെ എന്താ? അലിഫ് തസ്നിയാൻ്റെ അലിഫുണ്ടാകും, ഇത്ലാഖിൻ്റെ അലിഫുണ്ടാകും, ബൈത്ത് നീട്ടാൻ വേണ്ടി. ഇപ്പൊ കാല മുഹമ്മദുൻ ഹുവ ബിനു മാലികി, ഈ മാലിക് എന്തെല്ലാം മുത്തകല്ലിമിലെ യാതല്ല ഇസ്ബാഅൽ. യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദി. അതെന്താക്കി? തൻവീൻ ഉണ്ടല്ലോ, ആ തൻവീൻ്റെ നൂനെ പിടിച്ച് എന്താക്കി? യാതാക്കി. സാധാരണ ഖിറാഅത്ത് ഉണ്ടല്ലോ, തൻവീൻ ഫതഹായിട്ട് വന്ന അലിഫാക്കിട്ടല്ലേ ഒക്കെ ചെയ്യാം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമൻ. തസ്ലീമൻ എന്നൊക്കെ തൻവീനുണ്ട്. ഇവിടെ മീമിന്റെ മേലല്ലേ?
ശേഷം അപ്പം തസ്ലീമൻ എന്ന നൂനെന്താക്കി അലിഫാക്കി മാറ്റി. ഇനി വഖൽഖുൻ പടപ്പുകളും കദദ്ദുന്യ അതുപോലെ ദുന്യാവും ഗായറ അവിടെയും തസ്നിയൻ അത് രണ്ടും മാറ്റി മറിച്ചിട്ടുണ്ട്. എൻ്റെ ദിനചര്യകളെ മുഴുവൻ ബഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പതിവാക്കിൽ കൊണ്ടിരുന്ന ദിനചര്യങ്ങളുണ്ടല്ലോ ദിവസം ചെയ്യുന്നത്, ഇതെന്താക്കി ഖൽഖും ദുന്യാവും കൂടി മാറ്റി മറിച്ചു. ചിലപ്പോൾ അതുപോലെ ഒത്തിരി ജമാഅത്തായി എത്തിച്ചാക്കുന്നതാക്കും, ചിലപ്പോൾ നിസ്കാരം തന്നെ ഇല്ലാണ്ടാവും, ചിലപ്പോൾ ജമാഅത്തില്ലാണ്ടാവും. ഇനി ജമാഅത്ത് കിട്ടിയാൽ തന്നെ ആഖിറുൽ ഖൗമിലാകും, അല്ലെങ്കിൽ മസ്ബൂക്കാവും. ബലഭാഗം കിട്ടുണ്ടാക്കുക ചിലപ്പോൾ അടഭാഗം കിട്ടും. എല്ലാം മാറ്റി പറഞ്ഞില്ലേ? ദുന്യാവ് വേറെ തന്നെയല്ലേ? ഹൽക്ക് പടപ്പുകൾ രണ്ടും മഖ്ലൂക്ക് തന്നെ. അതുകൊണ്ട് നാല് ശത്രുക്കളുടെ ഇടയിൽ ഉണ്ടാകും. അപ്പം എന്താ തൻബീൻ കളഞ്ഞിട്ട് തൻബീൻ കൊടുത്തു. ആ തൻബീൻ എന്താ പേര് സമാസ വിവലിന്റെ തൻബീന് ഞാൻ വളരെയധികം ബേജാറിലായി വഴി കാണാതെ ആളായി മാറിയിരിക്കുന്നു. കതംതു ദുനൂബൻ ഞാൻ കുറെ ദോഷങ്ങളെ മറച്ചു വെച്ചിട്ടുണ്ട്. എത്തരത്തിൽ വൽ ഇലാഹു യറാ ലഹാ ഇലാഹ് അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ? ഫഇൻ ഹുവ ലം യശ്ഫഅ അബോ ഫഇൻ ലം യശ്ഫഅ എന്നുണ്ടാവും. എന്ത് കിടക്കൽ എന്തിനായിരിക്കും? ഫീൽ. അപ്പൊ ഇല്ലം യശ്ഫഅ ഹുവ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്തില്ലെങ്കിൽ ഫലി മൗഖിഫും മുബ്കി എന്നെ കരയിപ്പിക്കുന്ന സ്ഥലമാണ് എനിക്കുള്ളത്. മുബിക്ക് അബുക്കി ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു, അബുക്ക എന്ന് പറഞ്ഞാൽ കരയിപ്പിച്ചു. അൽഹഖവ അബുക്ക ഖുറാനില്ലേ? ഹുവൻ്റെ അൽഹഖവ അബുക്ക അഗ്ന സമ്പന്നനാക്കുന്നവനും ഫഖീറാക്കുന്നവനും അവൻ തന്നെ, കരയിപ്പിക്കുന്നവനും ചിരിപ്പിക്കുന്നവനും അവൻ തന്നെ. മൗഖിഫും മുബിക്ക് കരയിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് എനിക്കുള്ളത്. ശഫാഅത്തില്ലായിരുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. شفيع به عنا البلاء مدفع به قدرنا يوم تباهي مرفع وكلنا واصي الشد عنا مصفع كما أنه عند الإله مشفع فأرجو ينجيني من الموقف الضنك صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات شفيع صلى الله عليه وسلم ഷഫീആണ്. അതെന്താ ജനാബ്? ഹുവ ഷഫീഉൻ ഒരു മുബ്സദാണ് സങ്കല്പിച്ചിട്ട് ഖബറാക്ക്. ഹുവ ഷഫീഉൻ ബിഹി തങ്ങളെ കൊണ്ട് അൽ ബലാഉ ബലാ മുദഫഉൻ അന്ന നമ്മളെ തൊട്ട് തടുക്കപ്പെടുകയാണ്. ദഫഅ എന്ന് പറഞ്ഞാൽ തട്ടി ദൂരത്താക്കി. ഇനി ഖദറുന മുറഫഉൻ ബിഹി നമ്മുടെ കതിർ ഉയർത്തപ്പെട്ടതാണ്. യൗമ ആരെ കൊണ്ട്? തങ്ങളെ കൊണ്ട്. എപ്പോഴും യൗമ തബാഹി. തബാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനം പറയല അങ്ങോട്ടും ഇങ്ങോട്ടും. തബാഹ കാലഘട്ടങ്ങൾ പരസ്പരം എന്താക്കുന്ന പൊങ്ങച്ചം പറയുന്നു. ആദ്യത്തെ കാലം പറയും എൻ്റെ കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്, എൻ്റെ അസ്റിലാണ്. അതുകൊണ്ട് ആഖിർ സമാനോട് പറയും അങ്ങനത്തെ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആഖിർ സമാൻ എന്താ പറയും? തങ്ങളെ ഖദർ വർദ്ധിച്ചില്ല. ഓരോ നിമിഷം കഴിയും തോറും അവിടുത്തുണ്ട് അല്ലാഹു തആല ഖദറിങ്ങനെ ഉയർത്താണ്. അപ്പോൾ 100 കൊല്ലം മുമ്പുള്ള തങ്ങളെ ഖദറല്ല ഇപ്പോൾ ഉണ്ടാകില്ല, അല്ലേ? അതിന് അറ്റമില്ല.
ഒരു മഖ്ലൂക്കിന് എത്രത്തോളം മേലാമോ അത്രത്തോളം അല്ലാഹു തആല ഉയർത്തും. വറഫഅനാ ലക ദിക്റക, നല്ലേൽ ഉയർത്തുന്നു. അപ്പം ഈ തമാം പറയും, നിന്റെ കാലത്ത് ജീവിച്ച നബിനേക്കാണ് വലിയ ഖദറുള്ള നബിയാണ് എൻ്റെ കാലത്ത് ഉൾക്കൊള്ളുന്നത്. ഞാൻ അങ്ങോട്ടും തത്തബാഹ ബിക്കൽ നുസൂറു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓദിശ മത്സരം തമത്താബാഹ. പിന്നെ വതസ്മു, ഇനി വതസ്മു അത് അടുത്തത് വതസ്മു ബിക അൽയാഉൻ ബഅദഹ അൽയാഉ, ഉന്നതികൾ തങ്ങൾ മുഖേന ഉയർന്നതാകുകയാണ്. സാധാരണ ഒരു വ്യക്തിക്ക് ഉന്നതി കിട്ടിയിട്ട് ആ വസ്തു ഉണ്ടല്ലേ, ഇവിടെ പറയുന്നത് ഉന്നതിക്ക് ഉന്നതി കിട്ടി തങ്ങളെ കൊണ്ടാണ്. അതേപോലെ അഹമ്മദുൽ ഫാറൂഖ് സിർഹന്ദി ഇമാം ഉണ്ട്, വാഇൻ മദഹതു മുഹമ്മദൻ ബി മഖാലത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മക്കാലത്ത് കൊണ്ട് തങ്ങളെ മദഹ് ചെയ്തിട്ടില്ല. ലാക്കിൻ മദഹത്തു മക്കാലത്തി ബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ബാക്കിൻ്റെ പോലിശയാണ് തങ്ങളെ പേര് കൊണ്ടത്. നേരെ തിരിച്ചിട്ട് ഞാൻ മന്ത്രിക്കുമ്പോൾ തങ്ങളോട് കാണിക്കാൻ തങ്ങളെ കയ്യിൽ തലയിൽ വെച്ചിട്ട് നമ്മൾ കൈക്ക് വർക്കത്തിട്ടില്ലാണ്. അപ്പൊ യൗമത്തബാഹി ഉമ്മത്തുകൾ എന്താക്കും, അഭിമാനം പറയുന്ന അവസരത്തിൽ നമ്മളെ കതിർ ഉയർന്നിട്ട് കാണും. ആരൊക്കെ ഉണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വകുല്ലു നവാസി ശർരി, ഷർറിന്റെ നവാസി നാസിയത്ത് മുസഫഉൻ എന്ന നമ്മളെ തൊട്ട് തിരിച്ചു കളയപ്പെടും. അതായത് ഒന്നിലേക്ക് മുന്നോട്ട് ഷർറ് അടുക്കാത്ത രൂപത്തിൽ. അതല്ല അതാണ് മുഫാഖിർ. ഇനി കമാ അന്നഹു മുശഫഉൻ ഇൻദൽ ഇലാഹി, ഇലാഹിന്റെ അടുക്കൽ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരാണ്. അപ്പൊ ഷഫീ എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് ചെയ്യുന്ന ആള്, മുശഫഉൻ എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ആള്. ചെയ്താൽ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടണ്ടേ? ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ആളാണ് ആരുടെക്കൽ? ഇൻദൽ ഇലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ. അതുകൊണ്ട് ഫഅർജൂഹു, ഞാൻ തങ്ങളെ ആഗ്രഹിക്കുന്നു, യുൻജീനി മിനൽ മൗഖിഫിൽ ലൻകി, നിങ്ങൾ ഉള്ളിലിരിക്കുന്നെങ്കിരുന്നോ 11 മണി വരെയാണ് നിൽക്കാൻ കഴിയില്ല എനിക്ക്, മഴ പെയ്താലും. ഫഅർജൂഹു, ഞാൻ ആഗ്രഹിക്കുന്നു തങ്ങളെ, യുൻജീനി, എന്നെ രക്ഷപ്പെടുത്താൻ. എന്തിൽ നിന്ന്? മിനൽ മൗഖിഫിൽ ലൻകി, ഗുഡ്സായ സ്ഥലങ്ങളിൽ നിന്ന്. ലങ്ക് പായസത്തം ലങ്കാന്ന് പറയുന്നില്ല. അതെ, ഇപ്പം വർത്താനില്ല വേറെ. ആയിക്കോട്ടെ, നിങ്ങൾ സൗകര്യം ഇരിക്കുന്നെങ്കിൽ മധുഹ് കേൾക്കാം, അടക്ക് വിട്ടിട്ട് സംസാരിക്കൂല. ആര് പ്രധാനമന്ത്രി വന്നാലും അടിക്കുന്നു. കമദ്നബ്തു എന്താക്കണം? ആ അദ്നബാന്റെ അംശം എന്താണ്? കത്തൈൻ്റെ അംശം അല്ലേ? അപ്പൊ അപ്പുറമുള്ള സാക്കിനെ ഒഴിവാക്കലാണ്. വൽ ഇക്റാം എന്ന് പറഞ്ഞ മാതിരി, വൽ ഇക്റാം, ഇക്റാമിന്റെ അംശം എന്താണ്? കത്തൈ. അത് മുമ്പ് സാക്കിനായ അക്ഷരം എന്താക്കണം? ഇൽഹാറാക്കണം അല്ലേ? അതേപോലെ വർഷങ്ങൾ ബലിഎത്തിബാരി നടന്ന എത്തിബാറിന്റെ അംശം വസിലാണ്. ആ വസിലാകുമ്പോൾ അതിന് മുമ്പ് എന്താക്കും? ഹർക്കത്ത് ഇദ്റാജാക്കല. ബലിഎത്തിബാരി അപ്പം ഇവിടെ എന്താ? ബെയ്ത്തിന് വേണ്ടിയിട്ട് കമ്മില് ഹറക്കത്ത് നെക്കല് ചെയ്തു. كمذنبت ذنبا عالم الغيب أسخطا وخالفت من ليلا إلى العرش قد خطا ومما فؤادي عن رشادي قد خطا كتاب شمالي قد مللت من الخطا وأرجو رسول الله يمحوه بالحق صلاة وتسليم وأزكى تحيتي على المصطفى المختار غير البرية كم أذنبت എന്നുണ്ടാവും. മനസ്സിലായില്ല? ആൻ്റെ അക്ഷരത്തിൽ എന്താക്കി? മീമിൻ്റെ സാക്കിനെ അങ്ങോട്ട് കൊടുത്തു. അല്ലെ ബെയ്ത്തൊക്കൂല, ബെയ്ത്താർക്ക് എന്തല്ലോ ജവാസുണ്ട്. ആ അപ്പൊ കമദ്നബത്തു ദംബൻ, ഞാൻ എത്ര ദോഷങ്ങൾ ചെയ്ത്. അപ്പൊ അദ്നബത്തുവിന്റെ മഫ്ഊല് മുത്തലക്കാണ് ഇത് ദംബൻ. ഞാൻ എത്ര ദോഷങ്ങൾ ചെയ്ത്.
എങ്ങനത്തെ ദമ്പ് അതിന്റെ സിഫത്താണ് അസ്ഹത ആലിമുൽ ഗൈബ്, ആലിമുൽ ഗൈബായ അല്ലാഹു തആലാനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അസ്ഹത്താന്റെ അലിഫ് എന്താണ്? ഇത്ലാഖ്, തസ്നിയല്ല. വഖാലഫ്തു, അപ്പൊ എന്താ അള്ളാഹുവിനോട് കുറ്റം ചെയ്തിട്ടുണ്ട്. വഖാലഫ്തു മൻ, ഒരു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ മുഖാലഫത്ത് ചെയ്തു. ആര്? മൻ എന്ന് പറഞ്ഞ മൗസൂലല്ലേ. ഖദ് ഖതാ ഇലൽ അർശി, അർശിലേക്ക് നടന്നു. അപ്പൊ ഏതാ ഇസ്രാ മിഅ്റാജിന്റെ ഒരു ഖതാ യഖ്തു, ചവിട്ടടി വെച്ചോന്നെ. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചവിട്ടടി വെച്ചാൽ എന്താക്കും? ഖതാ. ഇതിന്റെ ഇടയിലുള്ളതിന് ഖത്വത്ത്. പിന്നെ വമിമ്മ ഫുആദി അൻ റശാദിയ ഖദ് ഖത, അവിടെ എന്താ? ഖതിഅ യഖ്തഉൽ അംറൻ അൽ മാദിയൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫീല് വരേണ്ടതാണ് ഖതിഅ എന്നാ വരിക, ഫരിഹ പോലെ. പക്ഷെ ബൈത്തൊക്കെ വേണ്ടി എന്താക്കി മറ്റേ ലോകത്തെടുത്താണ്. മറ്റേത് ഖതാ യഖ്തു എന്ന് പറയുമ്പോൾ വാവിയാണല്ലോ ഫീല്. മറ്റേതോ ഖതിഅ യഖ്തഉ ഖതഅൻ. അപ്പൊ ഫരിഹ യഫ്റഹു ഫറഹൻ പോലെ. ഖരിബ യത്റബു ഖറബൻ. അപ്പോ വമിമ്മ ഖദ് ഖതാ ഫുആദി അൻ റശാദിയ, എൻ്റെ നേർമാർഗത്തിനെ തൊട്ട് എൻ്റെ ഫുആദ് എന്താക്കി? തെറ്റി നടന്നു. ഖതയിലായി, വഴിപിടച്ചു. അപ്പം ഒരേ കലിമത്ത് തന്നെ ഇവിടെ ഉള്ളത്. ഒന്ന് ഖതാ യഖ്തു ആണ്, മറ്റേതോ ഖതിഅ യഖ്തഉ ആണ്. അവിടെ സാധാരണ ലോകത്ത് പ്രകാരം പറഞ്ഞാൽ അത് ഖതി എന്ന് വരേണ്ടി വരും, അന്നേരം ബൈത്തൊക്കൂല. അപ്പോൾ ഓരോന്നിനുണ്ടല്ലോ ഓരോ ജവാസ്. ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്നദു എന്ന് പറയേണ്ട മുസ്നദീനല്ലേ, അതിൽ ഇറാബ് വരിക. ഖിബുഹു ഫിൽ ആലമിൽ അറജി, ആലമുൽ അർജ അൽ അറജു എന്നാണ്. ഖിബുഹുവിൻ്റെ മുത്തതിൻ്റെ ഖബറാണ് ഇത്. അറജു, സുഗന്ധം പരത്തുന്നതാണ് തങ്ങളെ ദ്വീപ് ലോകത്ത് മുഴുവനും. ഇനി കിതാബ ഷിമാലി അത് മലഉത്തു, എൻ്റെ ഇടഭാഗത്തുള്ള കിതാബുണ്ടല്ലോ, സയ്യാത്ത് എഴുതപ്പെടുന്നു കിതാബ്. മലഉത്തു മിനൽ ഖതാ, ഖതയിനാൽ ഖതീഅത്തിന് മിനൽ ഖതഇ എന്നുണ്ടാവും. ഖതയിനാൽ അത് നിറച്ചിരിക്കുന്നു. അതിന് കാരണമായിട്ടാണ് പറയുന്നത് എൻ്റെ ഫുആദ് റസാദിനെ തൊട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം എന്താകും? ചെയ്യുന്നെല്ലാം തെറ്റാവും. ഷിമാല് നിറഞ്ഞു. വാറജു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നു. യംഹൂഹു, അത് മായ്ക്കാൻ. ബിൽ ഹഖ്, മഹബ് മഹബ് മായ്ക്കല്. ബിൽ ഹഖ് എന്ന് ചിരണ്ടിച്ച്. ചിലപ്പോൾ മായ്ച്ചാൽ എന്താ അസറാടെ ബാക്കി ഉണ്ടാവും. ചിലപ്പോൾ ചില കിതാബ് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണ്ടേ? അവിടെ തെറ്റി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാം കൂടെ കൂടിയിട്ട് ഒന്നുമല്ലാത്ത ഒറ്റയല്ല ഇരട്ടയിലാണ്ട് ഒരട്ടയായി മാറും. അപ്പോൾ ശരിക്കും മായ്ച്ചിട്ട് കളയണം. ഹക്ക്. അപ്പൊ അതിനും അസറും പോക്കാൻ എന്തിലുണ്ടായാലും ഈ ഹക്കിലുണ്ടായാലും. മറ്റവൻ വെള്ളം തട്ടിയാലും പറയാല ഇങ്ങനെ മാഞ്ഞിട്ട് കലങ്ങിച്ച് മഹവ് എന്നെ. അപ്പൊ തങ്ങളെ വായിക്കേണ്ടതെന്ന് വെച്ചാല് അതിന് അധികാരം കൊടുക്കപ്പെട്ട ആളിലേക്ക് ചേർത്ത് പറയുമല്ലോ. ക്ലീനർ വണ്ടി നിർത്തി തന്നത്, ക്ലീനർക്ക് വണ്ടി നിർത്താൻ എന്താ അധികാരമുള്ളത്? അയാൾ ഒരു യാത്രക്കാരൻ തന്നെയല്ലേ, അയാൾക്ക് എന്തെങ്കിലും വണ്ടിൻ്റെ എന്തെങ്കിലും അയാൾ വിൽക്കാക്കുന്നുണ്ടാ? പറഞ്ഞേ, എന്താ വിൽക്കാക്കുന്നത്? ആളെ പുറത്ത് നിന്നിട്ട് യാത്രക്കാർ എന്തെല്ലാം തള്ളുന്നല്ലാണ്ട് പറഞ്ഞു ഒന്നും വിൽക്കാക്കുന്നില്ല. പിന്നെ എങ്ങനെ വണ്ടി നിർത്തുന്നത്? ആ ക്ലീനറുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നീട്ടിനാക്കി ചങ്ങല വലിച്ചാൽ ഞാൻ നിർത്തിക്കോളൂ. അപ്പൊ നിർത്തണ്ടോ തന്നെയാ നിർത്തി. ഞാൻ ഉപമാനോട്ട് തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ഇപ്പൊ ഞാനാക്കണ്ട്? وأرجو به أن ليس لي منه جفوة ويمحى به عني الخطايا وهفوة ألا إنه حقا ولا فيه هفوة كريم خليل الروح حق وصفوة نجي حبيب مصطفى باسم الوحكي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മുമ്പ് ചെങ്കളയിൽ ശ്രീണ്ടാവത്ത് അതുകൂടെയൊക്കെ ആയപ്പോൾ
ഒരു ആള് കുറച്ചെന്തല്ലോ വായിച്ചിട്ട് കുറച്ച് മുത്തക്കബീറും ജബ്ബാറിലേക്ക് ചാഞ്ഞാളാണ്. അവിടെ കയറി എന്നിട്ട് ഞാൻ പറഞ്ഞ് നബി സല്ലല്ലാഹു ഞാൻ കണ്ടുപറഞ്ഞ സംസാരത്തിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 2 കാര്യം ഒരാൾ സൂക്ഷിക്കാൻ ഏറ്റാൽ സ്വർഗം തരാൻ ഞാൻ ഏച്ചു. അപ്പോൾ ഇയാൾ വെച്ച് ചൊല്ലിട്ട് കൊണ്ടുവച്ചാതെ സ്വർഗം അല്ലാലല്ലേ അധികാരി എങ്ങനെ ഏറ്റെടുക്കുക, ഞാൻ തരാമെന്ന്. ഞാൻ പറഞ്ഞ് ഞാനൊരു സ്റ്റേറ്റ് ബസ്സിൽ കയറി യാത്ര ചെയ്തു. 10-50 ആളുണ്ടാവും, നല്ല സ്പീഡിൽ. ആരാണ് ബസ്സിൻ്റെ മാലിക്ക്? ബസ്സിനെ മിൽക്കാക്കിയ അതിൻ്റെ നെഫ്റ്റും നുറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറവും മിൽക്കാക്കിയത് ആരാണ്? ഡ്രൈവർ അല്ലേ? അങ്ങോട്ട് തിരിക്കലും ഡ്രൈവർ, ഇങ്ങോട്ട് തിരിക്കലും ഡ്രൈവർ, നിർത്തലും ഡ്രൈവർ, സ്റ്റാർട്ടാക്കലും ഡ്രൈവർ, മുന്നോട്ട് പോകും ഡ്രൈവർ, ബാക്കോട്ട് പോകും ഡ്രൈവർ, അതും ഡ്രൈവർ. അപ്പോൾ കണ്ടക്ടറുമായിട്ട് എനിക്ക് ചെറിയൊരു രോഗിയുണ്ട്. ഉസ്താദിനിടയ്ക്ക് ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ പേരക്കാൻ ഇന്നലെ ഇറങ്ങണമെന്ന്. ഞാൻ നിർത്തിത്തരാം, അവിടെ സ്റ്റോപ്പുമില്ല, ഞാൻ നിർത്തിത്തരാം. തെറ്റോ ശരിയോ എന്ന് പറഞ്ഞത് സമാസം തെറ്റോ ശരിയോ? ഹഖീഖത്ത് നോക്കിയാൽ തെറ്റാണ്. എന്തുകൊണ്ട്? യാത്രക്കാരനെ കാണാൻ മസിയത്തായിരിക്കില്ല, മറ്റൊരു ടിക്കറ്റ് മുറിക്കലും കണക്ക് ശരിയാക്കലുണ്ട്, വേറൊരു പണിയും അയാൾക്കില്ലല്ലോ. അതേ അവസരത്തിൽ ഈ കണ്ടക്ടർ ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിർത്തും എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെന്റിലുള്ള എന്താന്ന് അത് ശരിയോ? എനിക്കെന്ത് തിരിയാത്ത അവസാനം നിങ്ങൾക്ക് ഇടയ്ക്കുണ്ട് എൻ്റെ പേരാ അവിടെ എണീച്ച് നിന്നയാ എന്നല്ലപ്പോൾ ബഡ്സ് നിൽക്കുന്ന ചെയ്യുന്നു എൻ്റെ പേരുടെ ഇല്ലത്തിൻ്റെ കിച്ചി. ഇതുപോലെ സ്വർഗ്ഗം അല്ലാത്തതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊന്ന് കയറ്റിയെന്ന് പറഞ്ഞാൽ കേട്ടു. ഞാൻ പറഞ്ഞ പോലെ കേട്ട ഒരാളാണ്. 2 സാധനം സൂക്ഷിച്ചാൽ നാവും പുറത്തും സൂക്ഷിച്ചാൽ അനന്താക്കും സ്വർഗം തന്നെ ഞാൻ ഏറ്റിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഹബീബാണ്. അവിടെ പഠിച്ചോനെ ഇവൻ പാലിച്ചളം കേട്ടിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹ് അതിനപ്പുറം പറയാനില്ല. അപ്പോൾ ഇയാൾ കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ പ്രൊഡ്യൂസറെ എനിക്കൊരുപാട് സംശയങ്ങളുടെ കോട്ട അങ്ങോട്ട് ദൂരീകരിച്ച് ഒരു സാധനം എന്താണെന്ന് അറിയോ? എപ്പം പോകുമ്പോൾ എടുക്കാറുണ്ടോ ഇല്ല സംഗതി പറഞ്ഞു കൊടുത്താൽ ഹിദായത്തുള്ളാക്കി തിരിയോ? എന്തായാലും ഇപ്പം അതിനെപ്പുറം ഉദാഹരണം എന്താ പറയുന്നത്? ഇപ്പം വാർജൂബിഹി ഞാൻ തങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ത്? അല്ലൈസലി എനിക്കില്ല ജഫ്വത്തും മിൻഹു തങ്ങളെ വക്കൽ നിന്നുള്ള ഒരു വൈരാഗ്യം, അതായത് ഒരു വെറുപ്പ്, ഒരു പിണക്കം തങ്ങളെ വക്കൽ നിന്ന് എനിക്ക് ഉണ്ടാവൂല എന്ന് ഞാൻ എന്താക്കുന്നത് ആഗ്രഹിക്കുന്നു. എന്താണ് കത്ത് കയറിയിരുന്ന ദൂരത്തിൽ ഉണ്ടായില്ല. ഓ ഇതായി മധുഹ കേൾക്കാൻ വന്നതാ. കേട്ടോ മനസ്സിലായില്ലേ? അല്ലൈസലി ജഫ്വത്തും മിൻഹു തങ്ങളെ വക്കൽ നിന്ന് ഒരു അലോഗ്യം എന്ന് പറയാം ഉണ്ടാകൂല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വയുംഹാ ബിഹി തങ്ങളെ കൊണ്ട് മായ്ക്കപ്പെടുകയും ചെയ്യും. അന്നിൽ ഖതായ എന്നെ തൊട്ട് ഖതായകൾ മായ്ക്കപ്പെടും. വഹഫുവത്തുൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായ കാര്യങ്ങൾ. ഹഫായഹു അശ്രദ്ധമായി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മാപ്പാക്കും. അല അറിയണം ഇന്നഹു ഹഖൻ തീർച്ചയായും തങ്ങൾ ഇന്നഹുവിൻ്റെ ഖബർ വരുന്നേ ഉള്ളൂ. അവിടെ കലീമുൻ മനസ്സില്ല. ഇന്നഹു എന്ന് പറയുമ്പോൾ ഖബർ ഇന്നഹു ഇസ്മ ഇല്ലേ, ഖബർ വരണ്ടേ ഇന്നഹു. അപ്പോൾ ഇവിടെ എന്താക്കിയെന്നറിയോ? തഹ്മീസിലുള്ള ഇന്നഹുവിൻ്റെ ഖബറാക്കി കലീമുൻ എന്നുള്ളത്. ഈ സ്വന്തം എടുത്തു നോക്കിയാൽ കളയപ്പെട്ട മുത്തദാന്റെ ഖബറാക്കി. രണ്ടും കാര്യം തന്നെ. അത് ഇടയ്ക്ക് ഇങ്ങനെ കൊളത്തി കള്ളാത്ത കയറിയാൽ കിട്ടാവ് വാങ്ങിക്കേണ്ടി വരും. കിട്ടാവിനോട് ഒരു ഗുരുത്തക്കെടും പറ്റൂല. നമുക്ക് അല അറിയണം ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കലീമുൻ കലീമാകുന്നു. ഹഖൻ ഹക്കായി കൊണ്ട് പറയുന്നു. വലാ ഫീഹി ഗഫ്വത്തുൻ അതിലെന്തില്ല ഒരു തെറ്റിദ്ധാരണകളോ ഒരു എന്താ
തുഹ്മത്തുൻ ലതീഫത്തുൻ എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തത്. സഫുവത്ത് ഒരു മാറ്റവും വരില്ല. അതെന്തിന്? അത് തൗക്കീദിന് വേണ്ടിയിട്ട്. എന്നിട്ടോ ഇന്നഹു കലീമുൻ, തങ്ങൾ കലീമാണ്, ഖലീലാണ്, റൂഹുൽ ഹക്കാണ്, സഫുവത്താണ്, നജിയാണ്, ഹബീബാണ്, മുസ്തഫയാണ്, ബാസിമുൽ നക്കിയാണ്. 8 ഔസാഫ എണ്ണിയത്. തങ്ങൾക്കുള്ള അസ്മായിലില്ലേ കലീമുൻ. മൂസാ അലൈഹിസ്സലാം കലീമാണ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലീമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലാണ്, അതിനേക്കാൾ വലിയ ഖലീലാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹുൽ ഹഖ്, റൂഹുൽ ഖിസ്തി, ദലായിലുൽ ഖൈറാത്തിലെ റൂഹുൽ ഹഖ്, റൂഹുൽ ഖിസ്തി, റൂഹുൽ ഖുദ്സി. അപ്പോൾ ഹക്കിലേക്ക് ചേർക്കപ്പെട്ട റൂഹ്, അപ്പം തശ്രീഫിന്റെ ഇളാഫത്താണിത്. വസഫുവത്തുൻ, സഫ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധ ചെയ്തെടുത്തു. അപ്പം പടപ്പുകളിൽ ശുദ്ധി ചെയ്തെടുത്തിട്ട് ഒരു കലർപ്പില്ലാതെ എടുത്ത സാധനത്തിന് എന്ത് പറയും? സഫുവത്ത്. സഫുവത്തുമാണ്. നജിയ്, മുനാജാത്തിൽ നിന്നാ പഠിക്കുന്ന നജിയ്. നാജാ യുനാജി, മുനാജാത്ത് ചെയ്തു, രക്ഷപ്പെടുത്തിയ ആളെന്നല്ല, നജാത്തിൽ നിന്ന് പിടിച്ചതല്ല. അപ്പൊ നജിയുൻ, തങ്ങള് മുനാജാത്ത് ചെയ്യപ്പെട്ടവരാണ്. അല്ലാഹു ചോദിച്ചു. ഹബീബാണ്, മുസ്തഫയാണ്. ബാസിമുൽ ലഹ്കി എന്ന് പറഞ്ഞാൽ ചിരി, അതിലേക്ക് എന്താ? തബസ്സുമ്. അപ്പൊ ലിഹക്ക് എന്നുള്ളത് വലിയ നല്ല കാര്യമല്ല, പക്ഷെ ബാസിമാണ്. ആ ലിഹക്ക് ബാസിമാണ് എന്ന് പറഞ്ഞാലോ അതിന് അഷ്റഫ രൂപത്തിലെ ചിരി എന്നുള്ളത് പുഞ്ചിരിയാകുന്നു. അതാ തബസ്സുമല്ലാഹിക്കൻ. അപ്പൊ തങ്ങൾക്കുള്ള ഔസാഫ് പറഞ്ഞു. അത് അലായിട്ടിട്ട് തൗക്കീദും ചെയ്തു. ഹക്കൻ വലാ ഫീഹി ഗഫവത്ത്, അതിൽ ഒരു അശ്രദ്ധയോ ഒരു തെറ്റിദ്ധാരണയോ ഇല്ലാത്ത രൂപത്തിലാണ് പറയുന്നത്. ബോധപൂർവം പറയുന്നു വെക്കാം. ഇനി غلا كل مداح بجهد كدوحه فلم يبلغ الحصار مدوحه وإن قام للقمرية حسن صديقه كلام إلهي قد أتى في مديحه فأين مديح الخلق في شافع الحلك صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. വല എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു. അഹ്ലുൽ കിതാബിനോട് പറയും ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ ദീനിലെ അതിര് വിടാൻ പാടില്ല. ഗുലുവ് അതിന്റെ മസ്തർ വലാ യഗ്ലു ഗുലുവ്, അതിര് വിട്ടടക്കല്. കുല്ലു മുദ്ദാഹിൻ, എല്ലാ മദ്ഹ് പറഞ്ഞ ആളുകളും അതിര് വിട്ടു പറഞ്ഞു. ബി ജുഹദി ഖുദൂഹി, ഖുദൂഹ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദ് ഫഅലുഹു മാ തഅബിസ്സഅയി ഫീഹി നാം, വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിക്കുന്ന ഒരു കദ്ഹ്, അതിന്റെ ജമ്മെന്താണ്? ഖുദൂഹ്. അപ്പൊ ഖുദൂഹിന്റെ ജുഹദ് കൊണ്ട്, കഠിനാധ്വാനം കൊണ്ടെന്നറിയാം. എല്ലാ മദ്ഹ് പിടിച്ച ആളുകൾ എന്താക്കി? നല്ലോണം ഏറ്റി സംസാരിച്ച്. അപ്പം പറഞ്ഞില്ലേ ബാലഗൽ മുദ്ദഅഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാലഗൽ മുദ്ദഅഹു ഫീ ഔസാഫിഹി, തങ്ങളുടെ ഔസാഫില് മാതിരി ഇങ്ങളെന്താക്കി? വളരെയധികം ഏറ്റി പറഞ്ഞു. പക്ഷെ ഫമാ ബലഗ ബാലിഗുൻ, എത്തിയ ആളും എത്തിയിട്ടില്ല. ബലഗൽ മുദ്ദഅഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗു മിഅ്ശാറ മാ ഊതിയ, തങ്ങൾക്ക് നൽകപ്പെട്ട കമാലാത്തിന്റെ 10 പോലും എത്തിയിട്ടില്ല. ബിമാഫിൽ ബാലി ബാന്ന് വെച്ചാൽ ആ മാതിഹി എങ്ങനെ ചെയ്തിട്ടുണ്ട്? മനസ്സിൽ ഒന്നിക്ക് ഗദ്യമാക്കണം, അല്ലെങ്കിൽ പദ്യമാക്കണം, അല്ലെങ്കിൽ അതിന്റെ ചരിത്രം പറയണം, എന്തെല്ലാം മനസ്സിൽ വാരിതാകുന്ന കാര്യമുണ്ടല്ലോ, എല്ലാം കൊണ്ട് മുബാലക ചെയ്തു. എന്നാലോ ബാലിഗും ഫിൽ ബാലി ബാൽ താഹ ഖൽബി മുദ് അതൈതു വാദിയം طاح قلبي مذ أتيت واديا قاصما
تابعا بذال طه تاليا للتالي تال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. നല്ല വിത്താണ്. അപ്പം ഫലം യബുലുഗ് ഇവിടെ നോക്ക്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ അഫ്അല യുഫ്ഇലു ബാബിന് വരുന്ന ഹംസന്റെ മസ്തറിന്റെ ഹംസ എന്തായിരിക്കും? ഖുലാസി മസീദ്. ഖുലാസി മസീദിൽ എന്തുണ്ട്? അഫ്അല യുഫ്ഇലു വരുന്ന മസ്തർ കംപ്ലീറ്റ് ഇക്റാമ്, ഇഫ്ലാഹ്, ഇസ്ബ എല്ലാം എന്തായിരിക്കും? ഖത്തീൻ ഹംസ. ഖത്തീൻ ഹംസന്റെ കായിനോട് പറഞ്ഞ് തൊട്ട മുമ്പുള്ള അക്ഷരം എന്താക്കണം? സാക്കിൻ വന്നാൽ ഇൽഹാറാക്കണം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഫലം യബ്ലുഗ് ഇഹ്സാഅൻ എന്ന് വരും. അപ്പൊ ബൈത്ത് കൊടുക്കുന്നതുകൊണ്ട് എന്താക്കി? ഈനെടുത്തിട്ട് കൈനങ്ങോട്ട് കൊടുത്തി ഇദ്റാജാക്കി. ഫലം യബ്ലുഗ് ഇഹ്സാഅൻ ലിബഅദി മുദൂഹിഹി തങ്ങൾക്കുള്ള മദ്ഹിന്റെ അല്പം പോലും പരിമിതപ്പെടുത്താൻ അവർ എത്തിച്ചിട്ടില്ല. മുഴുവൻ അടുക്കട്ടെ, തങ്ങൾക്കുള്ള മദ്ഹിന്റെ ബഅദ് പോലും ഇഹ്സാഅക്കാൻ അവർ എത്തിയിട്ടില്ല എന്നായി വിളിക്കുന്ന. അവനക്ക് അത്ര പരത്തി കൊടുത്തു. മക്കളാ, ഉപ്പപ്പാൻ്റെ മാലിന് ഇർസ് കിട്ടൂല, എന്നാലും ഇതിന് ഇർസ് എടുക്കണേ. ഓക്കെ, അല്ലേ എന്ന് പറയുന്നത്. വൈൻ കമറൽ കൊമരിയ. കൊമരിയ എന്ന് പറഞ്ഞാൽ ഈ പാട്ട് പാടുന്ന പക്ഷി, നല്ല മൂളിപ്പാട്ടെല്ലാം പാടുന്ന പക്ഷിയുണ്ടല്ലോ. ആ പക്ഷിനെ മറികടന്ന് ഇതിൻ്റെ ഹുസ്നു സദീഹി, ഈ മദ്ഹിന്റെ പാട്ടിന്റെ ഭംഗി, രാഗം പാടുന്ന പക്ഷിയുടെ മറികടന്നാലും ശരി. ആ ഇത് അങ്ങനെ കലാമു ഇലാഹി, എൻ്റെ ഇലാഹിന്റെ കലാമ് ഖദ് അതാ ഫീ മദീഹിഹി, അങ്ങടെ മദ്ഹ് പറയുന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത്? അയുംദഹു മന്നസിനൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മിൻ ബഅദു യുൻശഊൻ. അല്ലാഹു തആല തന്നെ എന്താക്കി? മദ്ഹ് പറഞ്ഞപ്പോൾ ഇനി മഖ്ലൂഖാത്തിനെ കൊണ്ട് എന്ത് മദ്ഹ് പറയാനാണ്? അള്ളയാ മദ്ഹ് പറയുന്നു. ഖുർആൻ മുതൽ ആഖിറ വരെ നോക്കിയാൽ തങ്ങളെ മദ്ഹുണ്ട്. അത് മുത്തക്കബ്ബിർ ജബ്ബാരിങ്ങൾക്കൊന്നും തിരിയില്ല. അവർക്ക് മസ്റും മിസ്ലുമൊക്കെ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് കിട്ടിയില്ല. താ കിട്ടിപ്പോയി ബഷറും മിസ്ലും നമ്മളെപ്പോൾ മെൻഷൻ. ഫഅയ്ന മദീഹുൽ ഖൽഖി, പടപ്പുകളുടെ മദീഹ് എവിടേക്കിരിക്കുന്നു? ആരെ വിഷയത്തിൽ? ഫീ ശാഫിഇൽ ഹുൽക്കി. ഹുൽക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ കറുത്തത് എന്നാണ്. രാത്രിക്ക് പറയും ഹുൽക്ക്. എന്തിനാന്ന്? രാത്രി ഇരുട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഹുൽക്ക് എന്ന് പറഞ്ഞാൽ? യൗമ തബയ്യദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ എന്ന് ഖുർആനിലുണ്ട്. ചില വജുഹുകൾ എന്താക്കും? വെളുത്ത് പ്രകാശിക്കുന്ന മുഖങ്ങളുണ്ട്, കറുക്കുന്ന മുഖങ്ങളുണ്ട്. അപ്പൊ കറുപ്പുള്ള മുഖം എന്ന് പറയുന്ന ആരാണ്? ആള് ദോഷികള്. അപ്പൊ ഹുൽക്ക് എന്തിനെ തൊട്ട് ഇബാറത്തായി? ദോഷികളെ തൊട്ട് ഇബാറത്തായി. എന്തോ മനസ്സിലാക്കിയില്ല. ദോഷം, അതായത് അവരുടെ പ്രത്യേക അടയാളം എടുത്തു പറഞ്ഞു. കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞാൽ നല്ലവര് ചീത്തവര്. അതെ 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 മനസ്സിലായി. അവതിൽ ശഫാഅത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ പടപ്പുകളുടെ മദ്ഹ് എവിടെ? എന്തിന് മതിയാകും? ആനെ وأجمع أهل الله أهل اتقائه على أنه حي كما في بقائه ومهلك من عاد بعز ارتقائه كتائب
رقيب جيش الكفر عند لقائه تطير كأجبال القيامة بالدك صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وأجمع أهل الله അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ എല്ലാ സാലിഹ്യങ്ങൾ, നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽപ്പെട്ട അഹ്ലുള്ള. അള്ളാഹിൻ്റെ കുടുംബം എന്നല്ല, അള്ളാഹു താലാനെ ബഹുമാനിച്ച, അള്ളാഹു ബഹുമാനിച്ച ഉലൈക ഹിസ്ബുല്ലാ എന്ന് പറഞ്ഞ മാതിരി അവരെല്ലാവരും ഇജ്മാ ആണ്. ആ അഹ്ലുല്ലാഹിൻ്റെ ബദലാണ് അഹ്ലുത്തിഖാഇഹി, അള്ളാഹു താലാക്ക് തഖ്വ ചെയ്യുന്ന അഹ്ലുകാർ. എൻ്റെ ബദലി ഒരു സാധനം പറഞ്ഞിട്ട് അത് കുറച്ചും കൂടെ വ്യാഖ്യാനിക്കലാണല്ലോ എൻ്റെ ബദൽ. അത് തന്നെ എൻ്റെ മോൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, ജാബിർ എന്ന് പറഞ്ഞു. അപ്പോൾ മോന് എന്നുള്ളത് കുറച്ച് ആമ്മാന്ന്, അത് ആരും ആകാം, സാലിമും ആകാം, ഷമ്മാസും ആകാം, ആരും ആകാം. ആ ഇബ്ഹാം പോയി ജാബിർ. അതെന്താ ബദലി? അതിൻ്റെ ബദൽ തന്നെയല്ലേ ഇത്. ഇജ്മാലുള്ള തഫ്സീൽ ബദലി എന്ന് പറഞ്ഞാൽ ബദൽ പലതില്ലേ. കൊല്ലിൽ നിന്ന് കൊല്ല് ബദലുണ്ട്, കൊല്ലിൽ നിന്ന് ബാദ് ബദലുണ്ട്, ഇജ്മാൽ ബദലുണ്ട്, തഫ്സീൽ ബദലുണ്ട്. എന്താ ഇജ്മാ? അലാ അന്നഹു ഹയ്യുൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയ്യാണ്. അപ്പോൾ വഫാത്തായി എന്ന് പറഞ്ഞിട്ട് എല്ലാം തീർന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ പിന്നാൽ ഇത്തിബാ ചെയ്യുകയും ചെയ്ത ശുഹദാക്കളെ സാലിഹ്യങ്ങൾക്ക് പോലും ഇല്ല. വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അംവാത്ത് എന്ന് വിചാരിച്ചുടന്നു. അപ്പൊ പിന്നെ അസ്സയ്യിദുൽ ആദമിന്റെ ഹലെന്തായിരിക്കും? അപ്പൊ നമ്മക്ക് മോശമായത് കൊണ്ടാണ്. അല്ലെങ്കിലോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ സലാം കേട്ടിട്ടല്ലാതെ ഞാൻ സലാം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയക്കളുണ്ട്. ഞാനിങ്ങനെ കൈ നീട്ടി കൊടുത്താൽ എനിക്ക് മുസാഫഹത്ത് ചെയ്യുന്ന എത്ര ആൾ പണ്ട് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ പറയുന്നത് എൻ്റെ കൈയ്യിട്ടാ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നെല്ലാം രണ്ടും അത്രമാത്രം മുസാഫഹത്ത് ചെയ്ത കൈയാണ് ഇവിടെ നിന്നിട്ട് വെച്ചു കൊടുക്കുന്നത്. ഉമർക്കാർക്കും കാണിച്ചു കൊടുത്തില്ലേ? അങ്ങനെ എത്രക്ക് ഹജ്ജത്തുല്ലാഹി അലൽ ആലമീൻ്റെ 3 സെക്ഷനിൽപ്പെട്ട മൂന്നാമത്തെ സെക്ഷൻ എന്താണ്? വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഖബർ ശരീഫിൽ നിന്ന് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കലാണ്. 3 സെക്ഷനാണിത്. ഒന്ന് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ, വരാൻ പോകുന്ന നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ട് ഇസ്തിഹാദ് ചെയ്തുകൊണ്ടുണ്ടാക്കി നടത്തി നേട്ടങ്ങൾ. തങ്ങളെ രണ്ടാമത്തെ സെക്ഷൻ തങ്ങളെ ഹയാത്ത് കാലത്ത് നടന്നത്. മൂന്നാമത്തെ സെക്ഷൻ തങ്ങൾ വഫാത്തായതിന് ശേഷം നടക്കുന്നത്. ഇങ്ങനെ 3 തർത്തീബുണ്ട്. ഹജ്ജത്തുല്ലാഹി അലൽ ആലമീൻ ഇവിടെ ഉണ്ടത്. എത്ര അധ്വാനിച്ചിട്ടാണ് സുജൂദിൽ കിടന്ന് ദ്വാരക്കരം കിതാബ് കിട്ടാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്നദ് ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് വിരോധിക്കപ്പെട്ട കിതാബാണ്. ഇങ്ങനത്തെ ഉണ്ടോ? അതെ, കുറച്ചുമ്പോ കണ്ണൂരിന് കുറച്ച് ഓതിയിട്ടുണ്ടായിരുന്നു. ആ 3-ാം സെക്ഷൻ കുറേ സംഭവം അതന്നെ ആയ മൂപ്പറ ശ്രദ്ധയിൽപ്പെട്ടെടുത്തോളാക്കിന്നല്ലാണ്ട് അതന്നെ കേരളത്തിന് കഴിഞ്ഞ പോലെ കഴിഞ്ഞ അങ്ങനെ എത്ര 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 അതാ അല അന്നഹു ഹയ്യ്. ഇതുപോലെ കമാ ബി ബക്കാഇനി, വഫാത്താകുന്നതിന് മുമ്പ് ബക്കാകായിരുന്നാൽ എത്ര കാലമാണോ അതുപോലെ അതുപോലെ തന്നെ അത് ഔലാ ഖിയാസ എന്നാ പറയും. അതിനേക്കാണ് പവർ കൂടുന്നതാണ്. ഇത് നമ്മളെ കിതാബിൽ തന്നെ മൻഹജിൽ വരും. അവലിയാക്കള് ജീവിച്ചിരിക്കുന്ന കാലത്താണോ തസറുഫ് ഏറെ, അല്ല വഫാത്തിന് ശേഷമാണോ എന്നൊരു ചോദ്യം. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് ദുന്യവിയായ പല താലൂക്കാത്തുള്ളത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു ഭാഗം അങ്ങോട്ട് തിരിക്കേണ്ടി വരും. വഫാത്തിന് ശേഷം ആ ഭാഗം ഒഴിഞ്ഞിട്ടുകൊണ്ട് 100% എന്താക്കും അവരിലേക്ക്. എന്നിട്ട് ചിലർ പറഞ്ഞു, ഞാൻ വഫാത്തായതിനു ശേഷം തസറുഫത്തിനാണ് എൻ്റെ ഖബറിനട വന്ന് ഞാൻ പറഞ്ഞു വന്നു. അത് മൻഹജിൽ വരുന്നുണ്ട് സാലിഹ്യങ്ങളെ സംഭവം വരുമ്പോൾ. അതിപ്പോൾ ഏതായാലും പൊന്നാനി പോയാൽ അങ്ങനെ തന്നെ, പുത്തമ്പള്ളി പോയാലും അങ്ങനെ തന്നെ, എല്ലാ സ്ഥലത്തും പോയാലും വഫാത്തിന് ശേഷമുള്ള തസറുഫത്ത് നമ്മ അത് ഉൾക്കൊള്ളാൻ നമ്മ ജമാഅത്തായി പോയി. നമ്മളെ റിസീവർ കേട് വന്നു, അതാ തറാറ്. ഞാനാരും കുറ്റം പറയണ്ട.
എന്താ ബഖായി ഫി ദുനിയ ഖബല മൗതിഹി ബൽ വഅക്മലു നവർ എന്ന് അതിനാ കാണാം സമ്പൂർണ്ണമാണ്. അതിൽ ഇജ്മാ ആണെന്നാണ്. ആയിഷ ബീബി ചോദിച്ചില്ലേ? ആയിഷ ബീബിക്ക് ഇഷ്കാരം ഉണ്ടായിട്ടല്ല, നമ്മളാരെ ചോദ്യത്തിന് പ്രതിനിധിയായിക്കൊണ്ട് ചോദിച്ചതാണ്. എന്തെന്ന് കബറഴിച്ച് മണ്ണിലായി കഴിഞ്ഞാൽ സലാത്ത് കേൾക്കുവോ, എത്തിക്കപ്പെടുവോ? ആയിഷ ബീബിക്ക് അറിഞ്ഞൂടെ? അതായത് നമ്മളെ തോന്നാവുന്ന ഇഷ്കാരം എന്താക്കി ഏറ്റു പറഞ്ഞു മൂപ്പത് ബീബി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി അമ്പിയാക്കൾ ശുഹദാക്കൾ ഇവരെല്ലാം ഹറാമാക്കിയിട്ടുണ്ട് എന്നുണ്ട്. അത് നമ്മളെ മറ്റേ സീറത്തിൽ പോകുന്നില്ലേ, കണ്ടുവരുന്നില്ലേ? അതിൽ വരും കൂട്ടത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഖബറിൽ ഹറാമാക്കപ്പെട്ട ആരൊക്കെ ഉണ്ട്, ശുഹദാക്കൾ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇനി വമുഹ്ലികുമൻ ആദാ, തങ്ങളോട് ശത്രുത കാട്ടിയവരെ ഹലാക്കാക്കുന്നവണ് തങ്ങളുടെ ഉയർച്ചയാകുന്ന ഇർത്തിഖാകുന്ന ഇജ്ജത്ത് ഉപയോഗിച്ചിട്ട്. അപ്പം തങ്ങളെന്താക്കും? അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടിരിക്കും. അപ്പം ആദാക്കൾ എന്താവും? ഒരു ഭാഗത്ത് ഹലാക്കായിക്കൊണ്ടിരിക്കും. കതായിബു ജൈഷിൽ കുഫരി, കുഫറിന്റെ ജയ്ഷുണ്ടല്ലോ സൈന്യം, അതിന്റെ കതായിബ് എന്ന് പറഞ്ഞ ഒരു സംഘം അവരെന്താക്കി തങ്ങളെ കണ്ടുമുട്ടുന്ന നേരത്ത് തത്വീബു, കതായിബിന്റെ ഖബറാണ് ഇത് തത്വീബു. ആ കതായിബ് പറന്നു പോകുന്നു. ഏതുപോലെ അജിബാലിൽ ഖിയാമത്ത് നാളിന്റെ ദിവസം പർവ്വതങ്ങളെ കാണുന്നില്ലേ, ബിദ്ദക്കി പൊടിഞ്ഞിട്ട് തുള്ളിയായിട്ട് പറക്കുന്നു എന്നതുപോലെ ആയിരിക്കും. അതെ. പിന്നെ ദക്കൻ ദക്ക അതുപോലെ യസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫൻ ഫയദറുഹാ ഖാഅൻ സഫ്സഫൻ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. അത് പർവ്വതങ്ങൾ ഉണ്ടാവില്ല, എല്ലാം പൊളിച്ചിട്ടുണ്ടാക്കും, കുണ്ടിലും കെട്ടിട്ട് നിരത്തി. അപ്പം ഇല്ല പൊന്തൊന്നും താണെന്ന് മുമ്പിലുണ്ടാവില്ല, ഇതും വായത് ഒറ്റ നിരപ്പ്. ഇങ്ങനെ നോക്കി അങ്ങോളം കാണാം, അങ്ങനെ നോക്കി ഇങ്ങോട്ടും കാണും. يسألونك عن الجبال فقل ينسفها ربي نسفا. അവിടെ പാട്ടിട്ടാ പറഞ്ഞു ഫഖുൽ, മറ്റുള്ളതിൽ പാടില്ല. يسألونك عن اليتامى قل إصلاح لهم يسألونك عن الله إلا قل പിന്നെ يسألونك عن الأنفال قل الأنفال. അവിടെ നിന്ന് കുല്ലിന്റെ കൂടെ എന്തില്ല, ഫാ ഇല്ല. എന്താ നോക്കിയാ ഇവിടെ എന്താ ഫാ പോയി? ജിബാലിനെ പറ്റി ചോദിച്ചപ്പോ ചിലത് പുല്ല് പറഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹിനെ പറ്റി ചോദിച്ചാൽ കൊല്ല് പറയില്ല. അത് ഞാൻ മറുപടി പറയും. അവിടെ ഞാൻ മറുപടി പറയും നേരിട്ട്. തങ്ങൾ വേണ്ട, ഞാൻ നേരിട്ട് പറയും. എന്നല്ലേ ചോദിക്കാൻ വന്നത്? മറ്റേത് ഫഖുൽ. ഈ പർവ്വതങ്ങളെ കാണുമ്പോൾ ഇത് പൊടിക്കാൻ അല്ലാത്ത കയ്യോളീന്ന് എന്താക്കും ചെറിയൊരു ഇഷ്കാല് തോന്നാം. ഏത് മറ്റേ ഉസൈർ ചോദിച്ചില്ലേ, ഉസൈർ ഇഷ്കാലിന്റെ ചോദിച്ചല്ല, മറ്റേ പറഞ്ഞില്ലേ ഉസൈർ എന്താ ചോദിച്ചത്? അവകല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാബിയത്തുൻ അലാ ഉറൂശിഹാ പിന്നെ അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. ഈ പട്ടണം മരിച്ച് തരിപ്പണമായി കിടക്കുകയാണ്, ഇതെങ്ങനെ അല്ലാഹ് ഹയാത്താക്കല് എന്ന് ചോദിച്ചു. ഹയാത്തായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണ്ടേ? എന്നിട്ട് ആ 100 കൊല്ലം മരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു 100 കൊല്ലം മരിപ്പിച്ചിട്ട് എന്താക്കും നെളിക്കുന്നത്? അത് ഇതുപോലെ പർവ്വതങ്ങൾ എന്താക്കും ഹിമാലയെല്ലാം പൊടിച്ച് തകർക്കണമെങ്കിൽ എത്ര കാലം കഴിയണം? ഉഹദ് മലന്റെ കടുപ്പെത്തിരിയാന്ന് ഇതെല്ലാം കഴിയാന്ന്. അപ്പൊ ഉടനെ ഫഖുൽ, ഉടനടിയായി മറുപടി വേണം, കാത്തുക്കാൻ പാടില്ല. സംശയം അപ്പം തന്നെ തീരണം. അവിടെ ഫഖുൽ ഉടനടിയായി പറഞ്ഞ മറുപടി യൻസിഫുഹാ റബ്ബി നസ്ഫാ. എന്ത് സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നിപ്പ? ചമ്മാസ് ഇപ്പൊ ഓതിയല്ലല്ലോ, ഒന്നുമില്ലാണ്ടായില്ലേ? അതൊരു അഖീദയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ടാ പറഞ്ഞത്. ഫഖുൽ ഉടനടിയായി പറയണം, ഒട്ടും താമസിച്ചാൽ ഇഷ്കാൽ അത്രത്തോളം ബാക്കിയാവും. ഉടനെ പറഞ്ഞോളൂ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫൻ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ ആ പർവ്വതങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞായിട്ട് പൊടി പൊടിയാലില്ല, പൊടി വീണ്ടും പൊടിയാകലാന്ന്. പൊടിച്ച മേലെ പൊടിക്കലാണ് പൊടി പൊടിയാക്കല്. കൂട്ടം കൂട്ടമാകലെങ്ങനെയാ?
അതൊരു കൂട്ടുണ്ടാവും. അങ്ങനെയുള്ള അത് അപരാധങ്ങളാണ്. ഈ കൂട്ടത്തിലെ ഒരു ഫർദാണത്, അത് കൂട്ടമാകുക. 10 ആൾ കൂടിയാലും കൂട്ടമില്ലേ, വേറെ 10 ആൾ കൂടിയാലേ കൂട്ടമാകും. ഇപ്പൊ 20 ആളെന്താ കൂട്ടമാകും. ഇതുപോലെ പൊടി വീണ്ടും പൊടിക്കല് ദക്കാന്ന്. ആ ഖിയാമത്ത് നാളിന്റെ പർവ്വതങ്ങളെ പോലെ എന്താക്കും ഈ ശത്രുക്കള് പറവർന്നു നോക്കാം. ഇനി كذا اعتاد هزم الجيش من غير بندق له العلم من طير وغير بمنطق فبالمدح في كل نوادي آخ طيق كثيبا ماهرا صار كدية خندقي بضربته بالفأس في أول الصك حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. ഹസമൽ ജയ്ഷ്, ജയ്സിനെ തോപ്പിച്ചോടിക്കലുണ്ടല്ലോ, ഹസമ, അത് പതിവാക്കി. എങ്ങനെ ഓടിച്ചിട്ടുള്ളത്? മിൻഗൈരി ബന്ദുക്ക്, തോക്കും ബോംബൊന്നും വേണ്ട, ആയുധങ്ങളൊന്നും വേണ്ട. ബന്ദുക്ക് അൽ ബന്ദുക്ക് അലാ അഹ്ലി സൈഖി വസന്ദഖ എന്ന ഇമാം സാലിക്ക് ഒരു കിതാബുണ്ടല്ലോ, അൽ ബന്ദുക്ക് അലാ അഹ്ലി സൈഖി വസന്ദഖ. കള്ളത്തരീക്കത്താർക്ക് മറുപടി പറയാൻ ഉണ്ടാക്കിയത്. അപ്പൊ ബന്ദുക്കില്ലാതെ കണ്ട് ജയ്ഷിനെ തോൽപ്പിച്ചോടിക്കലെന്തായി? പതിവാക്കി. ഇനി രണ്ടാമത്തെ മതം എന്താണ്? ലഹുൽ ഇൽമു, തങ്ങൾക്കുണ്ട് ഇൽമുണ്ട്, മീൻ തൈരിൻ, പക്ഷികളാൽ, വഗൈരിൻ, പക്ഷികളല്ലാത്ത, ബിമന്തിക്ക്, അവരുടെ സംസാരങ്ങൾ. അപ്പൊ പക്ഷികളോ മറ്റു മൃഗങ്ങളോ, ചില മൃഗം വന്നിട്ട് തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ അതെന്താ എന്നോട് പറഞ്ഞെന്നറിയും. നമ്മൾ ഒന്നാണല്ലോ ഓതിയ പട്ടിണി അടുത്ത് എനിക്ക് വിശപ്പ് മാറുന്നില്ല, പണിയാണെങ്കിൽ കൂടുതലാണ്, അവരോട് തങ്ങളൊന്ന് പറയണം, അവിടെ വിട്ടിട്ട് ഒന്നിക്ക് എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ എനിക്ക് വൈപ്പിടാൻ മാത്രം എത്താ. അതെ, കുറേ കാലം പോയിട്ട് പിന്നീട് അറക്കാൻ വെച്ചപ്പോൾ പറയുന്നത് ഇവർക്ക് അന്നിപ്പം പണ്ടായിട്ട് അറക്കാൻ ഒരുങ്ങിയുണ്ട്. എന്നാ പിന്നെ ആ സംഗതി വരുന്നില്ലേ? അപ്പം പക്ഷികളാവട്ടെ ഗൈറാവട്ടെ ബിമന്തിഖിൻ. അപ്പൊ ലഹുല്ലിൽമ ബിമന്തിഖിൻ മിനൻ തൈരിൻ വഗൈരി. ആ ഗൈർ എന്താ? ഗൈരി ഹാന്നുണ്ടാവും. തൈർ ഏതാന്ന്? മുഅന്നസാണ്. തൈർ എന്നുള്ള പ്രയോഗം മുഅന്നസാണ്. എന്തുകൊണ്ട്? ഫർസല അലൈഹിം ഹിറൻ അബാബീല തർമീഹിം. അത് മുദക്കറായ പ്രയോഗമാണെങ്കിൽ യർമീൻ എന്നല്ല അവരുണ്ട്, തർമീഹിൻ എന്നാണ്. അപ്പൊ ലഹുൽ ഇൽമു ബിമന്തിഖിൻ മിൻ തൈരിൻ വഗൈരിഹാ എന്നുണ്ടാകും. ഹാനെ കളഞ്ഞിട്ട് എന്താക്കി? തൻവീൻ പകരം കൊടുത്തു. ഇവതിന്റെ തൻവീൻ ഗൈരിഹ. പക്ഷികളാവട്ടെ ഗൈറാവട്ടെ അതിന്റെ സംസാരങ്ങളെ കൊണ്ട് തങ്ങൾക്ക് ഇൽമുണ്ട്. അപ്പൊ മറ്റു ഭാഷകളും തിരിയും. തങ്ങളുടെ ഒറിജിനൽ ഭാഷ അറബിയാണ്. പക്ഷെ മറ്റു ഭാഷകൾ വന്നാൽ പിന്നെ വന്നാൽ സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് ഇസയിൽ ഓതിയിട്ടില്ലേ? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കിസ്സ ഉണ്ടാക്കി ഫാരിസിയില് മൂപ്പറ് ആദ്യം അവതരിപ്പിച്ച്. എന്നിട്ട് ഒരു ജൂതനെയും അറബിയും ഫാർസിയും തിരിയുന്ന ഒരാളെ പരിഭാഷ കയറി. ഇയാളെന്താക്കി? പാർച്ചലിൽ മായം ചേർക്കാൻ തുടങ്ങി. നമ്മൾ ദലാലിന്റെ മുഖത്തിൽ ഓതിയതാണ്. മായം ചേർക്കം ജിബിലിൽ വന്നിട്ടോ ഇയാളെ മാറ്റണം, ഇയാളെ പറ്റൂല, അയാൾ കള്ളത്തരം കാട്ടുന്നുണ്ട്. എന്നിട്ടോ തങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം തങ്ങൾ നെഞ്ഞിൽ ഒരൊറ്റ ഊത്താന്ന്. ഫാർസി ഭാഷ അങ്ങനെ തന്നെ മുപ്പർക്ക് ചെയ്യും. അപ്പൊ സൽമാൻ ഫാർസിയിൽ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ എന്താക്കും പറഞ്ഞു. അള്ളാഹ്ക്ക് ഇതിലും വലിയ പ്രശ്നമാണ്. കുറച്ച് അള്ളാഹിന്റെ കുദറത്തും മനസ്സിലാക്കണം, കുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറും മനസ്സിലാക്കണം. പലതുണ്ട്. ഇനി ഫബിൽ മദ്ഹി ഇൻതിഖി, ഇങ്ങോട്ട് ഇപ്പത്തേക്ക് വായിക്കും. ഫബിൽ മദ്ഹി
ഇൻതഖി, നീ സംസാരിച്ചോ, അഖി എൻ്റെ സഹോദര. എന്തുകൊണ്ട് സംസാരിച്ചോ? ഫീ മദ്ഹ് കൊണ്ട്, ഫീ കുല്ലി നവാദി, എല്ലാ നാദികളിലും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഘടിക്കുന്ന നാദീന്റെ ബഹുവചനമാണ് ഇത് നവാദി. അപ്പൊ എല്ലാ നവാദികളിലും തങ്ങളുടെ മദ്ഹ് കൊണ്ട് നീ എന്താക്കണം? സംസാരിച്ചു കൊള്ളണം. فليدع ناديا. ഇനി സ്വാറ ഖുദിയത്തു ഖന്ദക്കിൻ കസീബം മഹീലാ, ഖന്ദക്കിൽ വലിയൊരു പാറക്കല്ല് പ്രത്യക്ഷപ്പെട്ടു കിടക്കുമ്പോൾ, കിടന്നു കയറുമ്പോൾ. അതെന്തായി? കസീബം മഹീലായി, പൊടിയായി, പൊടിച്ചിട്ട് പാറിപ്പോകുന്ന ധൂളിയായി മാറി. എപ്പോൾ? ബിൽ അർബത്തിഹി, തങ്ങളൊരൊറ്റ അടി കൊണ്ട്. ബിൽ പാസ്, പിക്കാസ് ഉപയോഗിച്ചിട്ട്. ഫീ അവ്വലി സക്കി, ഒന്നാമത്തെ അടിയിൽ തന്നെ. അതല്ലേ നമ്മൾ പണ്ട് ഹദീസ് ഓതിനത്. وعن جابر رضي الله عنه قال جابر بن عبد الله إنا كنا يوم الخندق نحفر, ഖന്തക്കിന്റെ ദിവസത്തിൽ നമ്മളെല്ലാവരും കുടിക്കുകയാണ്. ഈറ്റളന്നിട്ട് ഇത്ര തീ കൊടുത്തു. ഫഅറളത്ത് ഖുദിയത്തുൻ ശദീദത്തുൻ, ഭയങ്കരമായ ഒരു പാറക്കല്ല് അവിടെ പ്രത്യക്ഷപ്പെട്ട ഭൂമിയുടെ അടിയിലുണ്ടായിരുന്നു. ഫജാഉ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഹദറത്തിലേക്ക് വന്ന്. എന്നിട്ടോ ഫഖാലു ഹാദിഹി ഖുദിയത്തുൻ അറളത്ത് ഫിൽ ഖന്തഖ്, ഖന്തഖിൽ ഒരു വലിയ പാറക്കല്ല് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, തങ്ങൾ പറഞ്ഞ് അന നാസിലുൻ, ഞാൻ അവിടത്തേക്ക് ഇറങ്ങും. എന്നിട്ടോ സുമ്മ കാമ, അവിടെ എണീച്ച് നോക്കുമ്പോൾ വബത്നുഹു മഅസൂമൻ ബിഹജരീൻ, തങ്ങളെ പള്ളക്ക് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണല്ലോ ജാബിർ എന്ന് പരിയിൽ പോയിട്ട് കോളാക്കിയത്. മിച്ചത്ത് തന്നെയല്ലേ ഉറ പരി, അവിടെ ഇപ്പം പള്ളിയാണ്. നമ്മൾ കണ്ടല്ല, ഉൽക്കടങ്ങിയിട്ടില്ല. എന്താണ് ഇങ്ങനെ പട്ടിണി? വലബിസ്ന സലാസത അയ്യാമിൻ ലാ നദൂഖു ദവാഖൻ, ഒരു രുചിയുള്ള സാധനം രുചി നോക്കുക പോലും ചെയ്തിട്ടില്ല 3 ദിവസം. ഫഅഖദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിഅബൽ, തങ്ങളെത്താക്കി പിക്കാസ് വാങ്ങിയിട്ട് ഫളറബ, ഒരൊറ്റ കൊത്തം. ഫആദ കസീബൻ അഹിയലാദ ഫി അവ്വലി, ബൈത്തന്നെ പഠിപ്പിച്ച ഫി അവ്വലി സത്തി, കുറേ കൊത്തിയാമ്പലെ കൊത്തിയിട്ട് വിറകുണ്ടല്ലോ, 10-100 കൊത്തുമ്പത്തല്ലേ, കൊത്തുന്നല കൊത്താക്കിയാലുണ്ടാവും, കുറേ കഴിഞ്ഞാൽ കയറും. അത് പിന്നെ ആദത്തല്ലേ, അവ്വലി സക്കിൽ പൊട്ടണം. അഹിയല ഔ അഹിജമ, പൂജാപ്പാറ പൊടിയായില്ല. ഇതാണ് നമ്മുടെ സംഭവം. എന്നിട്ടാണ് ഫഖുൽതു യാ റസൂലല്ലാഹി ഇദല്ലി ഇലൽ ബൈത്ത്, എനിക്ക് പുരക്ക് പോകാൻ സമ്മതം തരണമെന്ന്. എന്നിട്ടാണ് എന്താക്കുന്നത്? ഒമിനൽ ജസീരി സക്ക വാത്തഅമ ജയ്സ, ഒരാട്ടിനെ ചേർത്ത് ഒരു ഷഹീറുണ്ട്, അതിനെ കൊണ്ട് റൊട്ടിയും ചുറ്റിട്ട് തങ്ങൾ ക്ഷണിച്ച, അത് നമ്മൾ ഒത്തിരി ഓതിയിട്ടുണ്ടത്. ബിൽ അർബത്തിഹി ബിൽ ഫാസി ഫി അവ്വലി സക്കി, ഫസ്റ്റ് പൊട്ടിന് തന്നെ പൊടിയാക്കി. فلما أتى العرش المهيمن بالسورة تيسر أمر الدين حقا تيسورا وفي قاتلي كعب عجيب تفسرا كثير يد والرجل جاء تحسرا فنال شفاء حين يمسح بالدلك صلاة وتسليم وأزكى تحياتي على المصطفى المختار في خير البريات. എന്താ പറയാൻ പോകുന്നത്? ഫലമ്മ അതാ അർശൽ മുഹൈമിൻ, മുഹൈമിനാരി അല്ലാഹു തആലാന്റെ അർശിലേക്ക് തങ്ങൾ ചെന്നപ്പോൾ, ഇസ്രാന്റെ സമയം, ഇസ്രാ കൊണ്ട് തയസ്സറ അമ്രുദ്ദീന്, ദീനിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി. അല്ലാഹു തആല ഒരുപാട് റുഖ്സാത്തുകൾ കൊടുത്തു. ഹക്കൻ, അപ്പോൾ തയസ്സറ അമ്രുദ്ദീന് തയസ്സുറൻ, തയസ്സറാന്റെ
മഫ്ഊൽ മുത്തലഖ് ഇത് തയസ്സുറൻ, ഒരു എളുപ്പമാകുന്നു. വഫീ ഖാതിൽ കഅബിൻ, കഅബിനെ കൊന്ന ഖത്ൽ ചെയ്ത രണ്ടാള്. ആരാ കഅബ്? കഅബ് ബിനുൽ അശ്റഫ് എന്ന ആള്. തറീത്തും ജില്ലക്കല്ലേ ആള്. അതെ, അത് ഇഷ്ടം മുഴുവനും വരണ്ട, നമ്മെ കുറിച്ച് കേട്ടല്ലേ. വലിയൊരു സംഭവമാണ്. ആരാ കഅബ്? കാന കഅബ് ബിനുൽ അശ്റഫ് മിൻ അശദ്ദിൽ യഹൂദി ഹനകൻ അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഇസ്ലാമിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും കടുത്ത വൈരാഗ്യത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കടുകടുപ്പക്കാരനായ ആളാണ് കഅബ് ബിനുൽ അശ്റഫ്. വഇദാഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയവനാണ് അത് കഅബ് ബിൻ അശ്റഫ്. വതലാഹുറൻ ബിദ്ദഅവതി ഇലാ ഹർബിഹി, തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് വലിയൊരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് അതില്ലേ. അപ്പം ഇയാളെന്താക്കണം? അതിൽ ഞാടാ ثم رجع كعب إلى المدينة على تلك الحال وأخذ يشبب في أشعاره بنساء الصحابة. സഹാബത്തിലുള്ള പെണ്ണുങ്ങന്മാരെ കൊണ്ടെന്താക്കും? പദ്യം ചൊല്ലിയിട്ട് ഇളക്കി വിടും. വയുഅദീഹിം ബിസലാത്തത്തി ലിസാനി അശദ്ദൽ ലീദാ, ഇത് നാവ് കൊണ്ടെന്താക്കും? ഇയാൾ ഭയങ്കര ആളാണ്, പൈസയുണ്ട്, ആളുകൊണ്ട്, അർത്ഥമുണ്ട്, കവിയുമാണ്, എല്ലാം കൊണ്ടല്ലേ. വഹീനൈദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലി കഅബ് ബിനുൽ അശ്റഫ്, കഅബ് ബിനുൽ അശ്റഫിനെ പൊടികൂടാൻ ആരുണ്ട്? ഫഇന്നഹു അല്ലാഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി ഫന്തദബലഹു മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു 1, അബ്ബാദ് ബിൻ ബിഷർ 2, അബൂ നായില 3. അബൂ നായിലിൻ്റെ പേര് ഓമന പേരാണല്ലോ അബൂ നായില. സിൽഖാൻ ബിൻ സലാമ എന്ന മൂപ്പർ ഒറിജിനൽ പേര്. മാത്രമല്ല കഅബിൻ്റെ മൊലോടി ബന്ധത്തിലുള്ള സഹോദരനാണ് അത് അബൂ നായില. വൽ ഹാരിസ് ബിൻ ഔസ് വ അബൂ അബ്സ് ബിൻ ജബർ. എത്ര ആളായി? 5. 1 മുഹമ്മദ് ബിൻ മസ്ലമ, 2 അബ്ബാദ് ബിൻ ബിഷർ, 3 അബൂ നായില, 4 ഹാരിസ് ബിൻ ഔസ്, 5 അബൂ അബ്സ് ബിൻ ജബർ. 5 ആൾ തയ്യാറായി. വകാന ഖായിദ ഹാദിഹിൽ മഫ്റസതി മുഹമ്മദ് ബിൻ മസ്ലമ അതിൻ്റെ നേതൃത്വം. അപ്പോൾ ആ സംഭവത്തിൽ എന്താക്കിയിട്ടുണ്ട്? കുറച്ച് പെരുക്കി വെച്ചിട്ടുണ്ട്. അത് ചുരുക്കിയേ പറയുന്നുള്ളൂ. ورجعت المفرزة وقد أصيب الحارث بن أوس برباب بعض سيوف أصحابه. അസ്ഹാബിമാരുടെ വാളിൻ്റെ ആ മൂർച്ചയുള്ള ഭാഗം തട്ടിയിട്ട് ആര്? ഹാരിസ് ബിൻ ഔസിന് കുറച്ച് മുറിവേറ്റു. അപ്പോൾ ജുരിഹ വനസഫദ്ദമു, അവിടെ മുറിവേറ്റിട്ട് ചോര ഒഴുകുന്നു. ഫലമ്മ ബലഗത്തിൽ മഫറസത്തു ഹർറത്തുൽ ഉറൈദ് റഅത്തുൽ അന്നൽ ഹാരിസ് ലൈസ മഅഹും. മടങ്ങുമ്പോൾ ഹർറത്തുൽ ഉറൈദിലെത്തിയപ്പോൾ ഹാരിസിനെ കാണാനില്ല. ഫവഖഫതു സാഅതൻ, അല്പസമയം കാത്തിരുന്നു. ഹത്താ അതാഹും യത്ബഅ അസറ, മൂപ്പർ പതുക്കെ നടന്നിട്ട് വരുന്നുണ്ട്, മുറിവേറ്റിട്ടാണത്. ഫഹതമലുഹു, മൂപ്പർ അങ്ങനെ തന്നെ വഹിച്ചു കൊണ്ടുപോയി. ഹത്താ ഇദാ ബലഗൂ ബഖീഅൽ ഖർഖദ്, ബഖീഅൽ ഖർഖദ് അറിയാലോ. കബ്ബറു, അവർ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ വസമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തക്ബീറഹും, തക്ബീർ കേട്ട് ഫഅറഫ അന്നഹും ഖദ് ഖതലുഹു ഫകബ്ബറ, റിസൾട്ട് കിട്ടി. അപ്പോൾ തങ്ങളും തക്ബീർ ചൊല്ലി. ഫലമ്മൻ തഹു ഇലൈഹി ഖാല അഫ്ലഹത്തിൽ വുജൂഹ് ഖാലു വവജ്ഹുക യാ റസൂലല്ലാഹ്, ഈ മുഖങ്ങളെല്ലാം വിജയിച്ച മുഖങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങളെല്ലാം കൂടെ വിജയിച്ചിട്ട് തിരിച്ചും പറഞ്ഞു. വറമൗ ബിറഅസി താഖീത ബൈന ഫഹമിദല്ലാഹു അലാ ഖത്ലിഹി വതഫല അലാ ജുർഹിൽ ഹാരിസ് ഫബരിആ, ഹാരിസിന് വെച്ച മുറിവിൻ്റെ മേലെ തങ്ങൾ തുപ്പിക്കൊടുത്തപ്പോൾ അതുണങ്ങി, ശിഫയായി. വലം യഹുനി ബാദഹു, പിന്നെ അതിനുശേഷം ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ആ സംഭവത്തിൽ ഒറ്റൊന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ജാദത്തുല്ലിമ് ഓരോർക്കുണ്ട്. അത് വഫീ ഖാതിലൈ കഅബിൻ, കഅബിനെ കൊന്ന ഖാതിൽ അജീബുൻ, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തഫസ്സുറ എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കപ്പെടുത്തു. തഫസ്സുറൻ കിതാബുകളിലുണ്ട്. കസീറായദിൻ, കൈ മുറിഞ്ഞ ആള്, വെറുതിരി കാല് മുറിഞ്ഞാള്. രണ്ടാളും വന്നു. തഹസ്സനൻ, വളരെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് തങ്ങളെ ഹദ്റത്തിൽ വന്ന്.
ഫനാലാ ശിഫാഅൻ, അവർ രണ്ടുപേരും ശിഫ എത്തിച്ചു. ഹീന യംസഹു ബിദ്ദൽകി, തങ്ങളെന്താക്കി ഒന്ന് തടയി കൊടുത്തിട്ട് അപ്പം തന്നെ. അതിൻ്റെ കുറേ ബാബുകളുണ്ട് ആ വിഷയത്തിൽ. അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട്. വറവൽ ബൈഹഖിയു മുർസലൻ, മുർസലി താബിഈന് ശേഷം, സനദിൽ താബിഈന് ശേഷമുള്ള ആളെ കട്ടാക്കിച്ചു കൊടുത്തയച്ച ഹദീസ് എന്നല്ല. ഇത് സനദിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ താബിയിലേക്ക് എത്തിയാൽ എന്താക്കുക, അവിടെ നിന്ന് അതിൻ്റെ അപ്പുറം താബിയും അതിന് നേരെ വിഷയം പറയാം. അപ്പോൾ അവർക്ക് ഒന്നുകിൽ വേറെ താബി പറഞ്ഞു കൊടുത്തതാവാം, അല്ലെങ്കിലോ സഹാബി പറഞ്ഞു കൊടുത്തതാവാം. അതിനാ മുർസൽ എന്ന് പറയുന്നു. വേറെ പറഞ്ഞു കൊടുത്ത ആളെ സഹാബി ആണെങ്കിൽ സാധാരണ മുത്തസൽ ഹദീസിന്റെ സ്ഥാനത്ത് തന്നെ കിട്ടും. എന്താ ഇത്? അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബി സബിയ്യൻ ഖദ് ശബ്ബ, ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് അത് പ്രായത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലോ ഖബറ വസാറത്ത് ശബം ബഹുവലം യതകല്ലം, കണ്ടാ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഐ ലിയന്നഹു ഖുലിക അഖറസാൻ, അതിന് ശർഹ പറയും പൊട്ടനായി തന്നെ പടക്കപ്പെട്ടത്. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അന, ഞാൻ ആര്? ഖാല അൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് സംസാരിച്ച് പറഞ്ഞു. ഫഅൻതഖഹുല്ലാഹു മുഅ്ജിസതൻ ബഅദമാ കാന അബ്കമ, അബ്കമായി ജീവിച്ചതിന് ശേഷം ഇത് മുഅ്ജിസത്തായിരുന്നു അല്ലേ. ഫഹുവ ബിമൻസിലത്തിൽ മയ്യിത്തി വൽ ജമാദിലി അദമിൽ ഖുദ്റത്തി അലൻ നുത്ഖി, സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഒരു മയ്യത്തിൻ്റെ ഹുക്മ് എന്ന് പറയാം, അല്ലെ ജമാദിൻ്റെ ഹുക്മ് എന്ന് പറയാം, അക്കൊലത്തിലാണ്. പക്ഷെ താങ്കൾ ഞാനാരെന്ന് ചോദിച്ചപ്പോൾ അന്ത റസൂലുള്ളാഹി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നോക്കാം വൈകൂലല്ല. വറവൽ ഇമാമു അഹ്മദു വൽ ബൈഹഖിയു വബ്നു അബീ ശൈബാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഒരു പെണ്ണുങ്ങൾ പറയുന്നു, അന്നംറഅതൻ ജാഅത് ബിബിനില്ലഹ, ഒരു പെണ്ണുങ്ങൾ കുട്ടിനെയും കൂട്ടിയിട്ട് വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദ്റത്തിലേക്ക്. ഫഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന ബിനി ബിഹി ജുനൂനൻ, എൻ്റെ മകന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട്. വഇന്നഹു ലയഖുദുഹു ഇൻദ ഗദാഇന വഅശാഇന, രാവിലെ കത്ത് നടക്കുന്ന സമയത്തും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെയാണ് ഇത് ഇളകാറ്. ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തടവിക്കൊടുത്ത് ഇതിനെ സദ്റഹു, അതാ ബിയദിഹി ഷരീഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് തടകിയപ്പോൾ ഫസഅസഅതൻ, എന്താണ് ഒന്ന് വായിച്ചപ്പോൾ എന്തോ സാധനം പുറത്തു പോകുന്നുണ്ട്. വഖറ മിൻ ദഫി മിസ്ല ജർവിൽ അസ്വദ്, കറുത്ത ഒരു ജീവനെ പോലത്തത്. യെസ്, അതുകൂടി. അപ്പോൾ ഷഫാഹുല്ലാഹു സുബ്ഹാനഹു വ തആല, അദ്ദേഹത്തിൻ്റെ രോഗവും മാറി. രണ്ടായില്ലേ. വറവ ഇബ്നു അബീ ശൈബ അൻ ഉമ്മി ജുൻദുബിൻ റളിയല്ലാഹു അൻഹ അന്നഹു സല്ലല്ലാഹു അലൈഹി അത്തതു ഇംറഅത്തുൻ മിൻ ഖസഅമ മഅഹാ സബിയ്യുൻ, ഒരു കുട്ടിനെയും കൂട്ടിയിട്ട് ഒരു പെണ്ണുങ്ങൾ വന്ന് മഅഹാ സബിയ്യുൻ ബിഹി ബലാഉൻ ലാ യതകല്ലം, അതും സംസാരമില്ല. ഫഉതിയ ബിമാഇൻ ഫമളമള ഫാഹു, കുറച്ചപ്പം വെള്ളം എടുത്തിട്ട് തങ്ങൾ വായിൽ വെള്ളം പിടിച്ചിട്ട് വഗസല യദഹു വഅതാഹ, കയ്യും കഴുകിയിട്ട് ആ വെള്ളം കൊടുത്തു, ഇയ്യാഹു, ആ വെള്ളത്തിനെ കൊടുത്ത്. വഅമറഹ ബിശഖയിഹി വമസ്ഹിഹി ബിഹി, അത് കുടിക്കാനും അതുകൊണ്ട് ശരീരത്തിൽ തടകാനും കൽപ്പിച്ചപ്പോൾ ഫബരി അൽ ഗുലാം, ഗുലാം രോഗം മാറി. വഅകല ആഖിലൻ, നല്ല ആഖിലായി മാറി. എങ്ങനത്തത്? എന്മഹി ഉഖൂലുന്നാസി, ജനങ്ങളുടെ ബുദ്ധിയെല്ലാം പിന്നോട്ടായി പോയി മാറി, അത്രമാത്രം ബുദ്ധി. വതഖദ്ദമ ഫീ ഗസവതി ഉഹദിൻ, ഉഹദ് യുദ്ധത്തിന്റെ സംഭവത്തിൽ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അന്ന ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ലമാ ഖുലിഅത് ഐനുഹു, കണ്ണിന് അമ്പ് തറച്ചല്ലോ, അങ്ങനെ കണ്ണ് പൊറിഞ്ഞ്
അഖദഹ ബിയദിഹി കയ്യിലേക്ക് എടുത്തു വന്നിട്ട് ഫജാഅ ബിഹാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഫഖാല ലഹു, അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇൻ ശൈത സബർത വലക്കൽ ജന്ന, സബൂറാക്കിയാൽ എനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു. വൈൻ ശിദ്ധ റദത്വല്ല, കണ്ണ് മടക്കി തന്നെ അങ്ങനെ ആക്കാം. മൂപ്പർ എന്താ പറഞ്ഞാൽ എനിക്ക് രണ്ടും പോണം, രണ്ടും പോണം. അതാ ഫഖാല യാ റസൂലല്ലാഹ് ഇന്നൽ ജന്നത ലജസാഉൻ ജമീലും വഅതാഉൻ ജലീൽ, സ്വർഗം എന്നുള്ളത് വലിയ ഒരു ദാനം തന്നെയാണ്, അത് നമ്മൾ കുറച്ച് കാണുന്നില്ല. വലാകിന്നി റജുല മുബ്തലം ബിഹബ്ബിൻ നിസാ, പെണ്ണുങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ കണ്ണുപൊട്ടം തോന്നിട്ട് എന്താക്കും, ആ സ്നേഹബന്ധത്തിന് കോട്ടം വരും, ഒരു ഐബ് കാണുമല്ലോ. വാഖാഫ അഞ്ഞക്കുല്ല അഴവർ, ഒറ്റക്കണ്ണൻ എന്ന് വിളിച്ചേക്കുന്നതുകൊണ്ട് പേടിയാണ്. വലാക്കിൻ തറുദുഹ, കണ്ണ് മടക്കി തരികയും പാടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ എന്നല്ല വതസ്അലല്ലാഹു ലിൽ ജന്ന, സ്വർഗത്തിൽ ചോദിക്കുകയും വേണം, രണ്ടും വേണം. ഫഅഖദഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിലെടുത്ത് ബിയദിഹി ശരീഫ വറദ്ദഹ ഇലാ മൗദിഇഹി, അതിന് സ്ഥാനത്ത് വെച്ചിട്ട് ഫഖാല അല്ലാഹുമ്മ അക്സുഹു ജമാല, ഇത് നീ ഭംഗി കൂട്ടിക്കൊടുക്കണമേ. ഫകാനത്ത് ഹസന ഐനൈഹി, രണ്ട് കണ്ണിൽ ഏറ്റവും ഭംഗിയുള്ള കണ്ണും അതായിരുന്നു. വഹദ്ദഹുമാ നദറ, കാഴ്ചയിൽ ഏറ്റവും കാഴ്ച ശക്തി കൂടിയ കണ്ണും അതായിരുന്നു. വകാനത്ത് ലാ തർമുദ് ഇദാ റമദത്തിൽ ഉഖ്റ, മറ്റേ കണ്ണിന് രോഗം ബാധിച്ചാലും ഈ കണ്ണിന് യാതൊരു കോട്ടവുമില്ല. വറവൽ ബൈഹഖി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബസക അലാ അസരി സഹമി ഫീ വജ്ഹി അബീ ഖതാദ, അബൂ ഖതാദത്തിന്റെ മുഖത്ത് അമ്പിന്റെ തറച്ചതിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. അതിലെന്താക്കി തുപ്പികൾ ബഹുവൽ ഹാരിസ് ബിൻ റബീഇ, അബൂ ഖതാദ നോമന പേരായതുകൊണ്ടാണ് മുപ്പറ പേര് പറഞ്ഞത്. ഹാരിസ് ബിനു റബീഇൽ അൻസാരി സുലമി റളിയല്ലാഹു അൻഹു ഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫമാ ലറബ അലയ്യ വലാ ക, അവിടെ നിന്ന് അങ്ങോട്ട് അത് പെടുക്കുകയോ വേദനിക്കുകയോ ഒന്നും ചെയ്യാതെ എന്താക്കി അപ്പം തന്നെ ഉണയും. ഐ മൗദഅനി വലാ ഖാല മിൻഹു കയ്യ, അത് ചോരയോ നീരോ ചലമോ ഒന്നും ഒലിക്കാത്ത രീതിയിൽ. വറവൻ നസായി വ തിർമദി വൽ ഹാക്കിം വൽ ബൈഹഖി വസഹഹൂഹു, അതൊക്കെ റിപ്പോർട്ട് നസായി, തിർമദി, ഹാക്കിം, ബൈഹഖി, എന്നിട്ട് ഇവരെല്ലാവരും അത് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ തൊട്ട്? അൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ലേ, അന്ന റജുലൻ അഅമ, ഒരു കുരുടനായ ആൾ വന്നിട്ട് ഖാല യാ റസൂലുള്ളാഹി യക്ഷിഫ അൻ ബസരി, എൻ്റെ കണ്ണിൻ്റെ ഒരു മറയുണ്ട്, അത് ദൂരീകരിക്കണമെന്ന്. ഞാൻ യുസീല അനിൽ അമ, ഈ കുരുട് നീക്കി തരണം. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ദരിക്ക്, നീ പോയിട്ട് ഫതവല്ല, വുളു ഉണ്ടാക്കുക, സുമ്മ സല്ലി റകഅതൈൻ, പിന്നെ 2 റകഅത്ത് നമസ്കരിക്കുക. സുമ്മ ഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കണ്ടാ, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക അൻ യക്ഷിഫ അൻ ബസരി അല്ലാഹുമ്മ ശഫിഉഹു ഫിയ എന്ന് ദ്വാരക്കാൻ പറഞ്ഞു. ഫമാ ഖാമൽ ഖൗമു, ആ സദസ്സിൽ നിന്ന് മജാലിസിഹിം, ആ മജ്ലിസിൽ നിന്ന് ജനങ്ങൾ എണീറ്റിട്ടില്ല. വറജഅ റജുലു, ആ റജുൽ മടങ്ങിയവൻ നോക്കുന്ന അബ്സറ, ആയിഷ തിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പം നല്ല ഒരു ദ്വായാണെന്ന് സഹാബത്ത് മനസ്സിലാക്കിയല്ലോ. വക്കാന ഉസ്മാൻ ബിൻ ഹുനൈഫ, കേട്ടല്ലേ, അവരും വബനൂഹു, മൂപ്പറ മക്കളും യുഅല്ലിമൂന ലിന്നാസി, ജനങ്ങൾക്ക് ഈ ദ്വാ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഫയദ്ഊന ബിഹി, ആ ദ്വാ കൊണ്ട് ദ്വാരക്കും. ഇന്ദ തഅസ്സുരി ഖളായിൽ ഹാജാത്തി, ഹാജാത്തുകൾ വീട്ട് പ്രയാസമാകുമ്പോൾ ഫതുഖ്ലാ, അപ്പോൾ തന്നെ വിടപ്പെടുകയും ചെയ്യും. അപ്പോൾ കണ്ണിന് കാഴ്ച എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഹാജത്ത്. മറ്റു വഖദ് അഖ്റജഹുൽ ബുർഹാനുൽ ഹലബി റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മീൻ തുറക്കിൻ മുതഅദ്ദിദ, പല തരീഖിലൂടെ. കാരണം ആരെങ്കിലും ഒരു പിടിച്ച കണ്ടാക്കി കിട്ടിയുണ്ടാക്കിയതാണ്. ഖാല ശിഹാബുൽ ഖഫാജി ഫി ശറഹ് ശിഫാ, ശിഫാറിയില്ലേ ഖാദിയാദിന്റെ ശിഫായിന്റെ ശറഹാണ് ഖഫാജിന്റെ ശറഹ്. അതിൽ ഖഫാജി പറയുന്നു ഫലം ജബക ഫീഹി ശുബ്ഹത്തുൻ, ഈ ഹദീസിൽ ഒരു സംശയവും തോന്നേണ്ടതില്ല. ഫഹഫദഹു, നീ അത് സൂക്ഷിച്ച് വെച്ചോ, അല്ലെ മനപ്പാടമാക്കി വെച്ചോ എന്ന് പറഞ്ഞു. പിന്നില്ലേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, അതെന്താക്കി തങ്ങളെ കൊണ്ട് തവസ്സുലാവും. ഇനി തങ്ങളെ കൊണ്ട് ഖിതാബ് യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക അൻ യക്ഷിഫ അൻ ബസരീൻ,
എൻ്റെ കണ്ണിൻ്റെ നീ പഠിച്ചു വെച്ചോ. അതെ, ഹാജത്ത് അഹമ്മദ് പറഞ്ഞാലും മതിയല്ലോ. ഇനി വറവ അബൂ നഈം അന്ന മുലാഇബൽ അസിന്നതി ആമിർ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഓറെപ്പറ്റി പറയല് നല്ല അമ്പെയ്ത്തുകാരനാണ്, അതുകൊണ്ടാണ് മുലാഇബുൽ അസിന്ന എന്ന് പേര് വന്നത്. ആര്? ആമിർ ബിൻ മാലിക്. അസ്താബഹു ഇസ്തിസ്ഖാവ്, മൂപ്പർക്ക് എന്താക്കി വയറ്റിൽ നോക്ക് വന്നു. ഫബഅസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലേക്ക് ആളയച്ച് ഖാസിദ യൽതമിസു മിൻ ദുആ, തങ്ങളൊന്ന് ദ്വാരക്കണം. അങ്ങനെ വഅയ്യസ്ബിഹുല്ലാഹു ബിബറകതിഹി, തങ്ങളുടെ ദ്വാന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് അല്ലാഹു തആല ശിഫ നൽകണമെന്നും. ഫഅഖദ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ശരീഫത്തി ഹസ്വതൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഒരു പൊടി മണ്ണ് വലി, ഒരു നുള്ളു വരട്ടി ഫതഫല അലൈഹി, അതിൻ്റെ മേലെ തുപ്പി. സുമ്മ അതാഹ റസൂലഹു, ദൂതനില്ലേ അത് വന്നാളെ ആ റസൂലാണ്, അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഫഅഖദഹ. അപ്പം ഇയാൾക്ക് തോന്നി ദ്വാരക്കാൻ വന്നിട്ട് മറ്റു നോക്കി മണ്ണ വരുത്തരിക എന്ന് ഇതൊക്കെ ഒരു തോന്നൽ തോന്നി. അതാ മുത്താജിബൻ യളുന്നു അന്നഹു ഖദ് ഹുസിയ ബി, എന്നെ തമാശയാക്കിയതാന്ന് വരെ തോന്നിപ്പോയി. ഫഅതാഹു ബിഹ, ഏതായാലും കൊണ്ടു കൊടുത്തു. വഹുവ അലാ ഷഫാ ഖരീബൻ മിനൽ മൗത്ത്, മൂപ്പർ വയറ്റിൽ നോക്ക് വന്നിട്ട് മരണത്തിൻ്റെ പക്കത്തെത്തിയിരിക്കുകയാണ്. ഫശരിബഹ, അതങ്ങോട്ട് കുടിച്ച്. അപ്പം മണ്ണെങ്ങനെ കുടിക്കല്? ബഅദ അൻ വളഅഹ ഫീ മാഇൻ, വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഫശഫാഹുല്ലാഹു ബിബറകതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബറക്കത്ത് കൊണ്ട് വയറ്റിൽ നോക്കും. പണ്ട് വെളിച്ചെണ്ണ കുടിക്കാൻ പറഞ്ഞ മാതിരി, വെളിച്ചെണ്ണ കുടിക്കാൻ പറഞ്ഞറിയില്ല. ഒരാൾ പറമ്പിൽ പണിയെടുക്കുന്നു, ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു മലവിസർജനത്തിന്, കൈക്കോട്ടോടെ വെക്കും, പിന്നെയും പോകും, പിന്നെയും വരും. അമുസ്ലിമാണ്. അപ്പോൾ വരക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്ന്, എൻ്റെ അടുത്തൊരു മരുന്നുണ്ട്, അത് കുറച്ച് കുടിച്ചു നോക്കുന്നു. ഇത് കൊടുത്തത് വെളിച്ചെണ്ണ കുടിച്ചു നോക്കുമ്പോൾ പോക്ക് കയറി. ഇയാൾ അതിനേക്കാണ് പേടിയായില്ലേ, ഹതിയായില്ലേ. അപ്പം ഇയാൾക്ക് വെളിച്ചെണ്ണ കുടിക്കാനുള്ള സന്നദ്ധ എന്താണ്? ഇയാൾക്കൊരു ദിവസം സൊക്കേട് വന്നപ്പോൾ ഞാറ്റത്തോറട്ട് പോയി. ഞാറ്റോറോ എന്ന് പറഞ്ഞാൽ നമ്മൾ നൂഞ്ഞേരി കൊഞ്ഞാമത് ഷേഖിൻ്റെ ലാസ്റ്റ് ഒപ്പാത്തായ മുരീദാണ്. കുറേ മുരീദന്മാർ വലിയ 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 കിബാറും ഉലമാവുള്ള ഔലിയുണ്ട്. ആ കൂട്ടത്തിൽപ്പെടാൻ ഞാറ്റിയത്തൂർ, കുറേ പേര് അബൂബക്കർ എന്നാണ്, പൊകറോട്ടി മുസ്ലിമെന്നാണ് വിളിക്കൽ. കാപ്പാട്ടക്കാവി നക്ഷമന്ത്രി മൂപ്പരോട് ഒറ്റ മാസത്തിൽ കൂടി വാങ്ങിയിട്ടുണ്ട്. കാപ്പാട്ടക്കാവിയാർക്ക് കുഞ്ഞാമ ഷേഖിലേക്ക് 4-5 ആളെ വാസിത്തുണ്ട്. ഇത് ഒന്ന് ഉസ്താദ് നൂറാനി, അവർ ഉസ്താദ് ശ്രീകണ്ഠാപുരത്തെ നമ്മളെ സഹലത്തിൻ്റെ ഹക്കീമുപ്പുള്ള ഉപ്പാപ്പ, അവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ മുഹമ്മദ് ഹാജി കോഴിക്കോട്, അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് എന്താക്കും 5-6 ആളെ വാസിത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞാമ ഷേഖിലേക്ക് എത്തുന്നത്. ഇത് നേരെ ഒറ്റയാളെ വ്യത്യാസം, അല്ലെങ്കിൽ 2 ആൾ. ഇത് ഞാറ്റിയത്തോറ് കുഞ്ഞാമത് ഷേഖിൻ്റെ വക്കൽ നിന്നാണോ വാങ്ങിയത്, അല്ല യഹ്യ ദാഗസ്താനിൻ്റെ വക്കൽ നിന്നാണോ വാങ്ങിയെന്നൊരു തോന്നലുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാമത് ഷേഖിൻ്റെ ഷേഖിലേക്ക് എത്തി. മൂപ്പത്ത് പോയിട്ട് പറഞ്ഞപ്പം പറഞ്ഞോരോ, നീ വെളിച്ചെണ്ണ കുടിച്ചോ മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ കുടിച്ചതാണ്. ആ ഓർമ്മയിൽ അന്ന് എന്താക്കി ഇയാൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പം ഇച്ചങ്കാനിയും കൂട്ടിയിട്ട് പോയി. ഇത് നമ്മളെ പറമ്പിൽ പണിയെടുക്കുന്ന ആളാണ്, അയാൾക്ക് വയറ്റിൽ നോക്കി വന്നിട്ട് പലതും ചെയ്തിട്ട് നിൽക്കുന്നില്ല. എന്തെല്ലാം ചെയ്ത് വെളിച്ചെണ്ണ വരെ കൊടുത്തത്. അങ്ങനെ വെളിച്ചെണ്ണ കൊടുക്കാൻ അല്ലാണ്ട് എന്ത് പറയാൻ, നീ എന്ത് പണിയെടുത്ത് വയറ്റിൽ നോക്കി വെളിച്ചെണ്ണ കൊടുക്കാൻ. അയാൾ വീണ്ടും പൊടിച്ചില്ലേ, ആട്ടെ എത്ര കുടിച്ചിടാവും, ഒരു 2 ounce കുടിച്ചിട്ടുണ്ടാവും. എന്നാൽ പിന്നെ ഒരു കാര്യം, എൻ്റെ വകയായി ഇതിനെ കുറച്ചും കൂടെ കുടിക്കണം. കുടിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞ മാതിരി മണ്ണ് മന്ത്രിച്ചിട്ടാ കൊടുത്തു. ജഹ്യാക്ക് മറ്റേ ഇത് കൊടുത്ത മന്ത്രി ഹോർലിക്സ്. ജഹ്യാക്ക് ചാർത്തി മന്ത്രി ബാക്കിയൊന്നും തോന്നിയല്ലോ. യാറമ്പേ, നമ്മൾ യാത്രയിലോ എല്ലാം വലിച്ച നനവുള്ളൊരു സാധനം പറ്റിക്കാത്ത അപ്പം ഛർദ്ദിക്കും. ഒരു സാധനം പറയും, ചായ ആകട്ടെ കാപ്പി ആകട്ടെ മരുന്ന് ഗുളികടക്കം ഛർദ്ദിക്കും. അവസാനമായി ഇങ്ങനെ കേൾക്കുമ്പോൾ മരത്തി കിടത്തിയിടും. അന്ന് ഉമ്രാജില്ല. യൂസഫ് ഹാജിൻ്റെ അമ്മോച്ചനുണ്ടായിരുന്നു മരിമുലർക്ക, അതൊന്നും നിങ്ങളെ അനിയനുണ്ടായിരുന്നു, അതൊന്നും മുലർന്നു ആകപ്പാടോ എന്നില്ലേ. അവിടെ പോയ പാടെന്താക്കിയ കുളത്തിൽ നിന്ന് കുളിപ്പിച്ച് ആനക്കർ ഉസ്താദിൻ്റെ മക്കളെ തുണിയിപ്പോൾ തൽക്കാലം വായ്പാങ്ങിയിട്ടിട്ട്
മൂപ്പരിട്ടുകൊണ്ട് പോയിട്ട് അവന് ഛർദ്ദിച്ചിട്ട് നേരം പൊളിച്ചിട്ട് വയറ്റിലൊരു സാധനമില്ല. അപ്പം കണ്ണെല്ലാം നീ ഓഹോ അങ്ങനെയാ പോലീസ് കളിക്ക് കുടിയുണ്ട്. ആ കുടിക്കലോടുകൂടി ഛർദിയും മാറി അങ്ങ് തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം വേണമോ എല്ലാം വാങ്ങിക്കൊടുക്കും. ഒരു ഛർദിയില്ല. അന്നും ഇന്നും രോഗം വന്നാൽ ഛർദി എന്ന് പറഞ്ഞ രോഗമില്ല. അങ്ങനെ പലതും അവലക്കന്മാരെ കളി അങ്ങനല്ലേ. മറ്റേ ഇയാളില്ലേ ഹിഷാമുദ്ദീൻ, ഷിയാമൂലാർക്കാന്നാ വിളിക്കല്. ഹിഷാമുദ്ദീൻ എന്ന് പറഞ്ഞ സ്വന്തം പേര്. പുത്തമ്പള്ളിയിൽ ആ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ എരമംഗലം കിട്ടും. എരമംഗലത്തിൽ മൊക്കാമിൻ്റെ ഗേറ്റും കാണും. അവിടെ കിടക്കുന്ന ഹിഷാമുദ്ദീൻ എന്ന് പറഞ്ഞ ഓരോ ഞാൻ കണ്ടാളാണ്. അപ്പുറം പറ്റ ഫനായിലാണ്. അവിടെ ഇങ്ങനെ കിടക്കുന്നു. മുസ്ലിയാറെ എന്നിട്ട് പെണ്ണുങ്ങം വിളിച്ച് മുസ്ലിയാർ കുറേ എന്താണോ പോകുന്നത് കണ്ണൂന്ന് കുറച്ചും എല്ലാം വന്നിട്ടുണ്ട്, അവർക്ക് സലാം പറയാനാണ്. മൂപ്പർ കാലത്തേക്ക് പ്രസവ വേദന കൊണ്ട് ഭയങ്കര വിഷമിച്ചു. അയാൾക്ക് പഴം എന്ത് കൊടുത്തിട്ട് തിന്നിട്ട് പെറുതെന്ന് പറയാം. അവിടെ പ്രസവിക്കാൻ പറയാം. പ്രസവിച്ച് ഹിഷാമുദ്ദീൻ അവിടെ ജനങ്ങൾ ഷിയാമൂലാറുക എന്നാ വിളിക്കല്ലേ. പണ്ട് വല്ലാത്തൊരു ഫനാവി, ഒന്നും ഓർമ്മയില്ല. ഞാനും മാങ്ങാട്ട് അസോജി മുല നല്ല ഹലിമെന്ന് പറയാൻ ഉറങ്ങിച്ചു മുറിവറ്റ പോയി. കൊല്ലത്തിലായി 50 കൊല്ലായി. വെറുതെ നമുക്കാന്ന് അങ്ങനെ പല സംഗതിയുണ്ട്. ഹിഷാമുലാറ് വേറെ ചരിത്രം മൂപ്പറായിരിക്കുമ്പോൾ അങ്ങനെ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ആടെ വന്നിട്ട് ചോദിച്ച് പൈസപ്പം പോകണം. ഞാൻ ഓർഡർ ചെയ്യട്ടെ എന്നിട്ട് എന്താക്കി ഇലക്ട്രിക് പോസ്റ്റാണ് പോയിട്ട് ഉടനെ പൈസ അയക്കണമെന്ന് ഒരു പറച്ചിൽ. അടിക്ക് പൈസ തരാം. അവിടെ പോയി മൂപ്പരിങ്ങനെ നടക്കാൻ ഞാൻ മഹീദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വേറെ ഇടുന്നോ ആളെന്നാക്കി പൈസൻ്റെ കെട്ടുമായിട്ട് വന്നിട്ട് വന്ന് കുറച്ച് വൈകിപ്പോയി. ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടതായിരുന്നു. പിടിയിൽ നിന്നിട്ട് കൊടുത്തു. ഇതാളാ എൻ്റെ പൈസ പിടിച്ചു വന്നിട്ട് കൊടുത്തു. ഇതൊക്കെ നടന്ന് നമ്മളെ കൺമുമ്പിൽ ജീവിച്ച ഓരോ സംഭവങ്ങളാണ്. وروى ابن أبي شيبة والبيهقي والطبراني رضي الله عنهم أن فديك بن عمرو السلاماني جيء به إلى النبي صلى الله عليه وسلم കൊണ്ടുവന്നു. وعيناه مبيضتان രണ്ട് കണ്ണുണ്ടായി വെളുത്തുപോയി. കണ്ണിൻ്റെ ജീവനേ പോയിച്ച് കണ്ണ് വെളുത്തുപോയി. അതാ വഹു ഇബാറത്തുൻ അനില്ലമ്മ കുരുടിനെ തൊട്ട് ഇബാറത്താന്ന് കണ്ണ് വെളുത്തെന്ന് പറഞ്ഞാൽ. ഫസഅലഹു അമ്മാ അസാബഹു എന്ത് പറ്റിയെന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ ഫഖാല കുന്തു അഖൂദു ജമലല്ലി ഞാൻ എൻ്റെ ഒട്ടകത്തിനെ നയിക്കുന്നത്. ഫബകാഅത്ത് റിജ്ലി അലാ ബൈദ ഹയ്യത്തിൻ ഒരു പാമ്പിൻ്റെ മുട്ടൻ്റെ മുകളിൽ ചവിട്ടിപ്പോയി. അങ്ങനെ ഫഅസബതു ഫീ ബസരി അങ്ങനെയാണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഫലാ ബസുറു ശൈഅൻ ഒന്നും കാണുന്നില്ല. ഫനഫസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിക്കൊടുത്ത് ഫീ ഐനൈഹി രണ്ട് കണ്ണിലും ഫഅബ്സറ കാഴ്ച അപ്പം തന്നെ അങ്ങ് തെളിഞ്ഞു. ഫകാന യുദ്ഖിലുൽ ഖൈത ഫിൽ ഇബ്റ അദ്ദേഹം ആരായിന്നറിയോ? സൂര്യന് നൂല് കോക്കും. വൈബിന് സമാന് 80 വയസ്സായ കാലത്ത് സൂര്യൻ നൂലും കൊടുത്താൽ കുത്തിരിക്കുന്നില്ല. അപ്പം അത്രയും നല്ല കാഴ്ചയുണ്ട് എന്നായി. വതഖദ്ദമ ഫീ ഗസ്വത്തി ഖൈബർ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അലി റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊണ്ടുവന്നെ. അങ്ങനെ ഒരുപാടുണ്ട്, കുറേ ഉണ്ട്. അതിനെന്തെങ്കിലും വിഷം തട്ടിയിട്ടുണ്ടാവും മനുഷ്യൻ ഇതല്ലേ. വറവ ഇബ്നു ഇസ്ഹാഖ വഗൈറുഹു അയ്ദൻ അന്ന ഖുബൈബ ബിൻ ഇസാഫ് റളിയല്ലാഹു അൻഹു ഉസീബ യൗമ ബദരിൻ ബദർ ദിവസത്തിൽ എന്താ മുറിവെച്ച് ബിലർബി സൈഫിൻ അല ആതിഖിഹി മൂപ്പറ ചുമലിൽ ഒരു മുറിവെച്ച് ഹത്താ മാല ശിഖുഹു അങ്ങനെ ഒരു ഭാഗം ചെരിഞ്ഞുപോയി. ഫറദ്ദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി നേരെയാക്കിയിട്ട് പിടിച്ചിട്ട് വനഫസ അലൈഹി എന്നോട് ഊതി കൊടുത്തപ്പോൾ ഹത്താ സഹ പിന്നെ അവിടെ അങ്ങോട്ട് ശരിയായി. കണ്ടാ വറവൽ ബൈഹഖിയ്യു വന്നസായിയ്യു വതയാലിസിയ്യു ബിഇസ്നാദിൻ സഹീഹിൻ അന്ന ഖിദ്റൻ ഫഅത അലാ ദിറാഇ മുഹമ്മദ് ബിൻ ഹാതിം അൽ ജുമഹി റളിയല്ലാഹു അൻഹു
തിളച്ച വെള്ളമോ കൂട്ടാൻ എന്തുള്ള തിളച്ച സാധനമുള്ള ഒരു പാത്രം തൈ മുമ്പ് കൈമലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ പൊള്ളലിച്ചില്ലേ? ഏത് കാലത്ത്? ബഹുവത്തൈഫിലോ, ഒരു കുട്ടിയായ കാലം. അപ്പോൾ മസഹ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മുകളിലാക്കി തടകി കൊടുത്തു. വദഅലഹു, അവർക്ക് ദുആ ചെയ്ത്, വതഫല അലൈഹി, അതിന് മേൽ തുപ്പിക്കൊടുത്തു. അപ്പോൾ ഫബരിഅ ലിഹീനിഹി, ആ സെക്കൻഡ് വെച്ചിട്ട് തൊക്കട് വന്നു പൊള്ളലേറ്റ ഭാഗം. وروى الطبراني والبيهقي أن شرحبيل الجحفي رضي الله عنه كانت في كفه سلعة. മൂപ്പറെ കപ്പിൽ ഒരു മുഴയുണ്ട്, സില്ലത്ത്, ഒരു ഇഷ്ട വളർച്ച. തംനഹുൽ ഖബ്ള അല സൈഫി, ബാള് പിടിക്കാൻ കഴിയൂല. വസിനാന ദാബ, കടിഞ്ഞാനും പിടിക്കാനും കഴിയൂല. എന്നിട്ട് ഫശകാഹ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിലേക്ക് കൊണ്ടുപോയി. ശിക്കായത്ത് പറഞ്ഞ് ഫജഅല യത്ഹനുഹ എന്ന് പറഞ്ഞെന്താക്കി, കൈകൊണ്ട് ഇങ്ങനെ വിരട്ടി. പണ്ട് ശംസുദ്ദീൻ മുലാറാക്കിയ മാതിരി ബിയദിഹിൽ കരീമത്തി, അതായത് ബിഖുവ്വത്തി, കുറച്ച് ശക്തി കൂട്ടി. റഹ, ഈ ആസുഖലിത് എന്താലോ ഹത്താ അസാലഹ, അതങ്ങോട്ട് പോകാൻ തുടങ്ങി. പോയിട്ട് വലം ലബുക്കലഹ അസർ, ഒരടയാളം പോലും ബാക്കിയില്ലാത്തത്. ഖൗലുഹു യത്ഹനുഹ എന്ന് പറഞ്ഞാൽ ഇസ്തിആറത്താണ്, അതായത് ആസങ്ങളെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കലേ, ചിരിക്കലേ എന്നാ മതി തിരിച്ചത്. ശംസുദ്ദീൻ കാപ്പാട്ടക്കാവിയാർ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മോന്, ഒറ്റ മനയുള്ളൂ. ഇവർ ശംസുദ്ദീൻ ബാക്കവി, ചെറിയ പ്രായത്തിൽ ഒപ്പത്തയില്ല. ഇവർക്ക് വലിയ കറാമത്തുള്ള ആളായിരുന്നു. ഉറങ്ങിലോതിയല്ലേ മലയമ്മ. മലയമ്മൻ്റെ ആണി രോഗം വന്നിട്ട് കാല് നടക്കാൻ കഴിയാണ്ട് ഇങ്ങനെ മുടന്നു നടക്കുന്നു. മലയമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഈ പെരുമ്പപ്പള്ളിയിൽ വെച്ചിട്ട്, എന്താടാ അവൾക്ക് എൻ്റെ കാലിന് അതിങ്ങനെ ഒന്നും കടിച്ചെന്നുണ്ട്, എന്താക്കി അത് നാളേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ തടവിലാണ്. നേരം വിളിച്ച് എണീച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആഹാരമില്ല, അതിനുമില്ല, ഒന്നുമില്ല. ഇന്ന് സാധാരണ നടത്താൻ. ഇപ്പം മലയമ്മ ജീവിച്ചിരിപ്പുണ്ട്, ശംസുദ്ദീൻ പാത്തായിട്ട് ബലം തന്നെ. നല്ല കിതാബ് തിരിയുന്ന ആൾ വന്നു, നല്ല ആബിലാണ്. അതോടൊപ്പം തന്നെ ഉപ്പാൻ്റെ അതേ ഹുലുക്കും എല്ലാം. പിന്നെ കുട്ടികളെ ഭരിക്കുന്ന വിഷയത്തിൽ നല്ലൊരു ചട്ടമിട്ട ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പെട്ടെന്നൊരു വലി വന്നു ഒപ്പത്തെ പൂനൂരിലുണ്ടായ അടുത്ത. എന്നിട്ടോ കാവ്യാർക്ക് ബേജാറാവുന്നതൊക്കെ തോന്നിയിന്. അപ്പോൾ ജനാസ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാവ്യാർ കുളിച്ചു അല്ലെങ്കിൽ കമ്മീഷനിലിട്ട് അത്തരം തേച്ചിട്ട് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിക്കുക. ഓർക്കൊരു കുലുക്കുമില്ല, സബറും ജമീലും. നമ്മളോട് പറയും ശംസുദ്ദീൻ നല്ല ഒരു കുട്ടിയായിരുന്നു കേട്ടോ, നിങ്ങൾ വരക്കണം. ഒറ്റ മോനെയുള്ളൂ. കുറേ എനിക്ക് ഇഷ്ടങ്ങൾ കുറേ പറയാനുണ്ട്, നന്നാ നീണ്ടുപോകും. وروى البخاري في صحيحه عن المكي بن إبراهيم قال حدثني يزيد بن أبي عبيد قال رأيت آثار ضربة بساق سلمة بن الأكوع رضي الله عنه കാലിൽ ഒരു വാളിൻ്റെ വെട്ടിൻ്റെ അടയാളം കാണുന്നുണ്ട്. ഫഖുൽതു യാ അബാ മുസ്ലിം മാ ഹാദിഹി ദർബ, എന്താ നിങ്ങൾക്ക് ഒരു കാലിൽ മുറിവേറ്റ അടയാളം കാണുന്നത്? അപ്പം കാല പറഞ്ഞു ഹാദിഹി ദർബത്തുൻ അസാബത്തിന് യൗമ ഖൈബർ, ഖൈബറിൻ്റെ ദിവസത്തിൽ എനിക്ക് ഏറ്റ ഒരു മുറിയാന്നത്. ഫഖാലന്നാസ് ഉസീബ സലമത്തു, സലമത്ത് അതിനാൽ മരിച്ചുപോയി എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഞാൻ പോയി. ഫനഫസ ഫിഹാ സലാസ നഫ്സാത്ത്, അതിൽ 3 തുപ്പ് തുപ്പി. ഫമസ്തകൈതുഹ ഹത്ത, പിന്നെ എനിക്കെൻ്റെ വേദനയോ ഒന്നും ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. വഹാദിഹി മിൻ സുലാസിയാത്തിൽ ബുഖാരി, സനദിനെ പറ്റി പറഞ്ഞത്, അത് 3 ആളെ കൊണ്ട് നിമിതങ്ങളിലേക്ക് എത്തുന്ന സനദ് സുലാസിയാത്തിൽ ബുഖാരി. ചിലത് 4 ആൾ 5 ആൾ അങ്ങനെ ഏറുമല്ല. ഇപ്പം പറഞ്ഞ 40 ചില്ലാണ് ആളെല്ലാം വരും. ബുഖാരി ഇമാമിൻ്റെ സുലാസിയാത്ത്. വഫി ശിഫാഇ വറമ കുൽസൂമ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു റുമിയ യൗമ ഉഹദിൻ, ഉഹദിൻ്റെ ദിവസത്തിൽ ഫീ നഹരിയ, നെഞ്ഞത്ത് ഒരു ഏറ് കിട്ടി.
ഫബസഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി എന്ന് പറഞ്ഞാൽ ആ മുറിവേറ്റ നെഹ്റലി വമഹല്ലി ജറാഹത്തി ഫബരിഅ, അപ്പോൾ തന്നെ രോഗം മാറി. വറവ തബറാനിയു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തഫലാല ഷജ്ജത്തി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു തലക്കേറ്റ മുറിയുണ്ടായിരുന്നു. അതിനെന്താക്കി ഫലം തമുദ്ദ യമുക ഫിഹാ മദ്ദത്തും കൈവൻ, പിന്നെ അവിടുന്ന് അത് വികസിക്കലോ പുണ്ണാകലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി കമക്കാല സുഹൃത്തി ഫാൻസ അഖി അലി ബിൻ അൽ ഹക്കം റളിയല്ലാഹു അൻഹു ഫറസൽ ലഹുൽ ഖന്ദക. ഇപ്പോൾ ആരാണ്? മുആവിയ്യ ബിൻ അൽ ഹക്കമ പറയുന്നത്. എൻ്റെ സഹോദരൻ എന്താക്കി? ഖന്ദക്കിലേക്ക് ഒരു ഫറസിനെ ഇറക്കി. അപ്പോൾ ഫാസാബ റിജ്ലഹു ജിദാറുൽ ഖന്ദഖ്, ഖന്ദക്കിൻ്റെ മതിലുണ്ടല്ലോ കുഴിച്ചേ, അതിനെ തട്ടിയിട്ട് ഫസക്കഹ, അതിനെ മുറിവേറ്റ് കാലിനെ ഫതഖഹ, കാല് പൊട്ടി. ഫാത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്കോട്ട് വമാനസലാൻ ഫറസിഹി, കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങാതെ കണ്ടെന്ന്. ഫമസഹഹ ലഹു, തങ്ങളെന്താക്കി കാലങ്ങ് തടയി കൊടുത്തപ്പോൾ വഖാല ബിസ്മില്ലാ നമ്മുടെ ഒറ്റ തടകലാണ്. ഫമാ അദാ ബിശൈ, പിന്നെ ഒന്നും അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുറേ ഉണ്ടങ്ങനെ. അപ്പം തൽക്കാലം ബർക്കത്തിൻ്റെ വേണ്ടി പറയലല്ലേ, എല്ലാം ബർക്കത്ത് എടുക്കല ഓട്ടെ. അപ്പോൾ ഇതാണ്ടേ അല്ലേ തടകൽ കൊണ്ട് മാറിയ അവിടെ കിശകൾ. നീ സലാത്താണ് ബിഹി പട് യമസ്സുൽ അനാബിഹാ വനുഅതാ ബിഹിൽ ഉൽയാ വറഫഉനാ ബിഹാ ألوف سلام حازنا في عنابها كنوز صلاة فاز شافيعنا بها عطاء من الرحمن ليس بمنفك صلاة وتسليم وأزكى تحيتي على المصطفى നബിഹി, തങ്ങളെ വറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കാരണത്താൽ ലാ നറൽ ബൽവ, ബലായിന് നമ്മൻ കാണൂല. എങ്ങനെ ആ കാണൽ? ലാ നറാക്ക് രണ്ടാമത്തെ മഫ്ഊൽ വേണം അല്ലേ? യമസ്സുൽ അനാബിഹായി, ബലാവ് കൊണ്ട് നമ്മക്കൊരു വിഷമം നമ്മളെ തൊടുന്ന തരത്തിലുള്ള ബലാവുകൾ. ഈ ബൽബാക്ക് സിഫത്ത് പറഞ്ഞതാണ്. എങ്ങനത്തെ ബലാവാണ്? യമസ്സുൽ അനാബിഹ, ഈ ബൽബ് കൊണ്ട് നമുക്കൊരു ശല്യം നമ്മളെ തൊടുന്ന തരത്തിലുള്ള ഒരു ബലാവ് നമുക്ക് വരൂല. അതൊന്ന്. വനുഅതാ ബിഹിൽ ഉൽയ, തങ്ങൾ മുഖേന ഉന്നതമായ പദവി നമുക്ക് നൽകപ്പെടുകയും ചെയ്യും. വയർഫഉനാ ബിഹ, ആ ഉൽയ കൊണ്ട് നമ്മളെന്താക്കും? അല്ലാഹു തആല ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകും അല്ലേ? അത് രണ്ട് നേട്ടം പറഞ്ഞു. ഇനിയോ ഉലൂഫു സലാമിൻ, ആയിരക്കണക്കിന് സലാമുകൾ ഹാസ, ഒരുമിച്ച് കൂട്ടി, ഒരുമിച്ച് കൂട്ടട്ടെ എന്ന അർത്ഥത്തിനാണ്. ഏത് മദിയാ ഫീലാണെങ്കിലും ദുആന്റെ അർത്ഥത്തിനാണ്. ആര്? നാഫിഉന, നമ്മളെ നാഫിയാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാഫിആണ്. ബിഹ, ഈ ആയിരക്കണക്കിന് സലാം കൊണ്ട് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വിജയിക്കും. കണ്ടോ? ഇനി സലാമല്ലേ പറഞ്ഞത്? കുനൂസു സലാത്തിൻ, സലാത്തിന്റെ കൻസുകൾ ഫാദ ഷാഫിഉനാ ബിഹ. അപ്പൊ അപ്പുറം നാഫിഅ എന്ന് പറഞ്ഞു, ഇവിടെ ഷാഫിഅ, ആയിരക്കണക്കിന് സ്വലാത്ത് കൊണ്ടും തങ്ങൾ വിജയിച്ചു. അതന്നെ അതാഅ മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ദാനമായിക്കൊണ്ട്. ലൈസ ബിമുൻഫക്കിൻ, അതൊരിക്കലും ഒഴിഞ്ഞു പോകുന്നതോ കണ്ണിയേറ്റ് പോകുന്നതോ അല്ല. وإترته أحبب ولا تاب عنهم وأكرمهم حبا وعلم منهم علي وشبلاه وزهرا فصنهم كراما له آل وصحب فعنهم إلى الله ما دام السماوات في السمك صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. وأحبب إترته, തങ്ങളുടെ കുടുംബാദികളെ നീ സ്നേഹിച്ചോ. വലാ തദഅൻ, ലാ തദഅൻ ഒഴിവാക്കാൻ അൻഹുമു ജറിനർഫല്ലേ, ലാ തദഅൻ. അപ്പൊ നൂനേതാണ്? തഹ്കീദിന്റെ നൂന്. ലാ തദഅൻ,
ലാ തഅകുലൻ എന്ന് പറയും പോലെ എന്നാൽ ലാ തദബറി അൻഹും അവരെ തൊട്ട് എന്നർത്ഥം വെച്ചാല് ഈസാനെ പേരെങ്കിലും അതിന്റെ അർത്ഥം കിട്ടൂല. പണ്ട് സിയാബിൻ സിഹത്തി എന്ന് പറഞ്ഞിട്ട് തളിപ്പുറം മാലിന്യങ്ങൾ വാബാത്തിഫിന്റെ അർഫാക്കി സിഹത്ത് എന്ന് വെച്ചിട്ട് അർത്ഥം വെച്ചു എവിടെ പറഞ്ഞ് കിട്ടുന്നു ഉപ്പാരത്തെ പറഞ്ഞു സിയാബിൻ വസിഹത്തിൻ ചേറ് പിടിച്ച വസ്ത്രം അർത്ഥം വെക്കുന്നു. വസിഹത്ത് മാബാത്തിഫല്ല വസഹ വലാ തദഅൻഹും അവിടുത്തെ ഇത്തരത്തിനെ നീ കൈവെടിയാൻ പാടില്ല. വാക്കിലിൻഹുമോ ഇത്തരത്തിന് നീ ആദരിക്കുകയും വേണം. ഹുബ്ബൻ വളരെ മഹബ്ബത്തോടുകൂടി. വഅല്ലിം വാക്കിലിൻ വഅല്ലിം വമിൻഹും ആ കൂട്ടത്തിലുണ്ട് ആര് അലി വശിബിലാഹു അവരെ രണ്ട് മക്കള്. അതാ ഷിബില് എന്ന് പറയുന്നത് സിംഹത്തിന്റെ കുട്ടികൾക്കാണ് ഷിബില് എന്ന് സാധാരണ പറയല്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അസദ് എന്ന് എന്താക്കും തസ്ബീഹാക്കി പറയും. അനല്ലദീ സമ്മത്തിന് ഉമ്മി ഹൈദറ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മ എനിക്ക് പേരിട്ടത് പുലിയിലാണ്. അതിന്റെ മക്കളാണ് ഏത് ഷിബില്. അപ്പൊ അലിയും ഷിബിലും അപ്പൊ എത്രയായി? മൂന്നാളായി. സുഹറ ഫാത്തിമ ബീബി അപ്പൊ അഞ്ചാളായില്ല. അഹ്ലുൽ കസാൽ ഈ ഹംസത്തുൽ നുത്ഫി ബിഹാ ഹർറൽ വബായിൽ ഹാത്തിം അൽ മുസ്തഫ വൽ മുർതല വബിനാഹുമ വൽ ഫാത്തിമ അഞ്ചാളായില്ലേ അവരെ അഹ്ലുൽ കസാൽ. അതുകൊണ്ട് ഫസുൻഹുമു നീ അവരെന്താക്കണം? കാക്കണം. എന്നുവെച്ചാൽ അവർക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ അവരെപ്പോഴും ബഹുമാനിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു. അഹ്ലുബൈത്തിനോട് അഹസ് അഹ്ലുബൈത്തിൽപ്പെട്ട ഖാസായ ആളെന്നല്ലോ. ഇനി കിറാമൻ ആലി സഹബ് എന്ന് ഇപ്പുറം പറയുന്നുണ്ട്. ലഹു തങ്ങൾക്കുള്ള ആല് സഹബ് അവർ തന്നെ കിറാമായ സ്ഥിതിയിൽ. അപ്പൊ ഹാല് മുന്തിച്ചിട്ടതാണ്. സാധാരണ ഹാല് ബേക്കിലാ വരിക. ബൈത്തിന് കൊണ്ട് എന്താക്കി? ലഹു ആലുൻ വസഹബുൻ കിറാം കിറാമായ സ്ഥിതിയിൽ. അതുകൊണ്ട് ഫഅൻഹുമൂരിലല്ലാഹ് അവരെ തൊട്ടെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവട്ടെ. മാദാമത്തി സമാവാതു ഫിസ്സംകി ആകാശം ഉയർന്നു നിൽക്കുന്ന കാലത്തോളം. സംക്ക് എന്ന് പറഞ്ഞാൽ ഉയർത്തും. റഫഅ സംകഹാന്ന് ഖുർആനിലുണ്ട്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه. ഷമാസ് വരണട്ടെ. അങ്ങനെ ഉണ്ടല്ലോ എന്ന്